നമസ്കാരം. ഈ സെഷനിൽ 2 ഡയമെൻഷണൽ അറേസ് ഇൻ സി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിംഗിൾ ഡയമെൻഷണൽ അറേ പോലെ തന്നെ സി പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് 2 ഡയമെൻഷണൽ അറേ. 2 ഡയമെൻഷണൽ അറേ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എങ്ങനെ എലമെൻസിനെ ആക്സസ് ചെയ്യാം, 2 ഡയമെൻഷണൽ അറേ ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോഗ്രാംസ് എഴുതുന്നത്, എങ്ങനെയാണ് മെമ്മറി മാപ്പ്, പോയിന്റർ ടു 2 ഡയമെൻഷണൽ അറേ, ഹൗ ടു പാസ് 2 ഡയമെൻഷണൽ അറേ ടു ഫംഗ്ഷൻ, അറേ ഓഫ് പോയിന്റേഴ്സ്, പ്രോഗ്രാംസ് യൂസിങ് 2 ഡയമെൻഷണൽ അറേ. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് 2 ഡയമെൻഷണൽ അറേ എന്ന് നോക്കാം. 2 ഡയമെൻഷണൽ അറേ is a collection of data arranged in rows and columns. റോയിലും കോളവുമായിട്ട് വാല്യൂസിനെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് 2 ഡയമെൻഷണൽ അറേ. സിംഗിൾ ഡയമെൻഷണൽ അറേ ആണെങ്കിൽ അതിൽ കോളം മാത്രമേ ഉള്ളൂ. ഇവിടെ അതുപോലെയുള്ള ഒത്തിരി കോളംസിനെ നമ്മൾ പല റോയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഒരു ടേബിൾ പോലെയായിരിക്കും 2 ഡയമെൻഷണൽ അറേ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഓരോ എലമെൻറ്റും സ്റ്റോർ ചെയ്യുന്നത് അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷനിൽ തന്നെയാണ്. എല്ലാ അറേ ഡാറ്റ ടൈപ്പിലും ഇങ്ങനെ തന്നെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും എല്ലാ എലമെൻസിനെയും സ്റ്റോർ ചെയ്യുന്നത്. ഓരോ എലമെൻറ്റിനെയും ആക്സസ് ചെയ്യണമെങ്കിൽ 2 ഇൻഡെക്സ് വാല്യൂസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഒന്ന് റോ ഇൻഡെക്സ്, മറ്റൊന്ന് കോളം ഇൻഡെക്സ്. റോ നമ്പർ ആൻഡ് കോളം നമ്പർ. സ്റ്റാർട്ട് ചെയ്യുന്നത് 00 സിംഗിൾ ഡയമെൻഷണൽ അറേയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന റോ നമ്പർ 0 ആണ്. ഇവിടെ റോ നമ്പർ 0, കോളം നമ്പർ 0. ഇതിൻ്റെ മെമ്മറി യൂട്ടിലൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും സിംഗിൾ ഡയമെൻഷണൽ അറേയിൽ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ റോ സൈസും കോളം സൈസും ഡാറ്റ ടൈപ്പിൻ്റെ സൈസും എല്ലാം ചേർത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര മെമ്മറിയാണ് ഈ അറേക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റോ സൈസ് ഇൻറ്റു കോളം സൈസ് ഇൻറ്റു സൈസ് ഓഫ് ദ അറേ ഡാറ്റ ടൈപ്പ്. സൈസ് ഓഫ് ദ ഡാറ്റ ടൈപ്പ് ബേസിക് ഡാറ്റ ടൈപ്പിൻ്റെ ടൈപ്പ്, അല്ലെങ്കിൽ സ്ട്രക്ചർ അറേ ആണെങ്കിൽ സ്ട്രക്ചറിൻ്റെ ഡാറ്റ ടൈപ്പ്, സൈസ്, ഇത് വേണമെങ്കിലും ഇവിടെ വരാം. എന്തായാലും റോ സൈസ്, കോളം സൈസ് ആൻഡ് സൈസ് ഓഫ് ദ അറേ ഡാറ്റ ടൈപ്പ് ഇത്രയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര മെമ്മറി വേണമെന്ന് നമുക്ക് ലഭിക്കും. മെട്രിക്സും സ്ട്രിംഗ് അറേയുമാണ് 2 ഡയമെൻഷണൽ അറേയുടെ മേജർ ആപ്ലിക്കേഷൻസ്. മെട്രിക്സിൻ്റെ ഒത്തിരി ഓപ്പറേഷൻസ് 2 ഡയമെൻഷണൽ അറേ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇൻറ്റീജർ, ഫ്ലോട്ട്, 2 ഡയമെൻഷണൽ അറേസ് ഡിഫൈൻ ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ സ്ട്രിംഗ് അറേ, ഒരു സെറ്റ് ഓഫ് സ്ട്രിങ്സിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ടേബിളായിട്ടും 2 ഡയമെൻഷണൽ അറേ ഉപയോഗിക്കാം. എങ്ങനെയാണ് ഒരു 2 ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. അറേ ഡാറ്റ ടൈപ്പ്, അറേ നെയിം, റോ സൈസ്, കോളം സൈസ് ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഒരു 2 ഡയമെൻഷണൽ അറേ ഡിഫൈൻ ചെയ്യുന്നത്. ഡാറ്റ ടൈപ്പ്, അറേ നെയിം, റോ സൈസ്, കോളം സൈസ്, ഇതാണ് സിൻടാക്സ്. ആദ്യം നമ്മൾ ഏത് ഡാറ്റ ടൈപ്പിലുള്ള അറേ ആണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് കൊടുക്കുക. പിന്നെ അറേ നെയിം ഒരു വേരിയബിൾ നെയിമാണ്, നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം അവിടെ കൊടുക്കാം. സ്ക്വയർ ബ്രാക്കറ്റിലാണ് റോ സൈസ് കൊടുക്കേണ്ടത്. വീണ്ടും ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കോളം സൈസ് കൊടുക്കണം. പുട്ട് സെമിക്കോളൻ. ദിസ് ഈസ് ദ സിൻടാക്സ് ഫോർ 2 ഡയമെൻഷണൽ അറേ ഡിക്ലറേഷൻ. ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. ഇൻറ്റ് മെട്രിക്സ് 5, 6, 5 റോയും 6 കോളവുമുള്ള ഒരു മെട്രിക്സ് എന്ന പേരിലുള്ള ഒരു 2 ഡയമെൻഷണൽ അറേ, ഇൻറ്റീജർ അറേ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഇതിന് 60 ബൈറ്റ് മെമ്മറി സ്പേസ് ആണ് എടുക്കുക. 2 ബൈറ്റ് വീതമാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഇൻറ്റിജറിന്. അങ്ങനെയാണെങ്കിൽ 5 × 6 × 2 = 60 ബൈറ്റ്സ്. എങ്ങനെയായിരിക്കും അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് എന്നൊന്നും കൂടി നോക്കാം. ഒരു എക്സാമ്പിൾ പിക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലുക്സ് ലൈക്ക് എ ടേബിൾ പോലെ ഇരിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. 5 റോയിലും 6 കോളമിലുമായിട്ട് 30 വാല്യൂസിനെ, 30 ഇൻറ്റീജേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടേബിളായിട്ടായിരിക്കും ഇതിനെ നമ്മൾ കാണുന്നത്. മെമ്മറിയിൽ പക്ഷേ അടുത്തടുത്ത മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഈ ഓരോ വാല്യൂസും സ്റ്റോർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ക്യാരക്ടർ നെയിം 10, 12, 10 റോ 12 കോളമുള്ള ഒരു ക്യാരക്ടർ അറേയാണ്.
അതിനൊരു ചെറിയ എക്സാമ്പിൾ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. 120 ബൈറ്റാണ് ഇതിനെടുക്കുന്ന മെമ്മറി സ്പേസ്. കുറേ പേരുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ടേബിളാണ്. 10 പേരുകളാണ് ഇതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുക. ഓരോ റോയിലും ഒരു പേര് വീതം. ഒരു പേരിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 12 ക്യാരക്ടേഴ്സാണ്. \0 ഉൾപ്പെടെ ഒരു സ്ട്രിങ്ങിൻ്റെ അവസാനത്തെ ക്യാരക്ടറായ \0 ഉൾപ്പെടെ ഓരോ റോയിലും സേവ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെയായിരിക്കും ഈ സ്ട്രിങ് അറേ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ക്യാരക്ടർ നെയിം 10, 20, 12 എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രിങ് അറേക്ക് ഈക്വലൻ്റ് ആണ്. ഒരു എക്സാമ്പിളായിട്ടൊരു ടേബിൾ കാണിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് അതിൻ്റെ മാപ്പിംഗ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. 120 ബൈറ്റാണ് ഇതിനു വേണ്ടി മെമ്മറിയിൽ ഉപയോഗിക്കുക. എങ്ങനെയാണ് 2 ഡയമെൻഷണൽ അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നതെന്നാണ് ഇനി നോക്കുന്നത്. ഇനീഷ്യലൈസ് ചെയ്യാനായിട്ട് അറേ വേരിയബിളിൻ്റെ ഒപ്പം തന്നെ, അറേ വേരിയബിൾ ഡിക്ലറേഷൻ്റെ ഒപ്പം തന്നെ നമുക്ക് വാല്യൂസിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സിൻടാക്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഡാറ്റ ടൈപ്പ്, അറേ നെയിം, റോ സൈസ്, കോളം സൈസ്. ഇത് അറേ നെയിമിന് ഡിക്ലെയർ ചെയ്യുന്ന സിൻടാക്സ് ആണ്. അതിനുശേഷം ഒരു ഈക്വൽ ടു സൈൻ കൊടുത്തിട്ട് വാല്യൂസ് നേരിട്ട് കൊടുക്കുന്ന ഒരു സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ആദ്യത്തെ കേളി ബ്രാക്കറ്റ് വീണ്ടും ഒന്നുകൂടി ഓപ്പൺ ചെയ്യുകയാണ്. അത് റോ 1, ആദ്യത്തെ റോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാല്യൂസ് കൊടുത്തിട്ടുള്ളത്. റോ 01, റോ 02, റോ 03 എന്ന് പറയുമ്പോൾ 0th റോയിലുള്ള ആദ്യത്തെ നമ്പർ, 0th റോയിലുള്ള രണ്ടാമത്തെ നമ്പർ, 0th റോയിലുള്ള മൂന്നാമത്തെ നമ്പർ, ഇങ്ങനെ നമുക്ക് കോമ ഇട്ട് ആദ്യത്തെ റോയിലേക്കുള്ള വാല്യൂസ് കൊടുക്കാം. അതിനുശേഷം കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഒരു കോമ ഇടുന്നു. ആദ്യത്തെ റോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ ഇടുന്നു. അതുപോലെ രണ്ടാമത്തെ റോ കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റ്, ഒന്നാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെന്റ്, അങ്ങനെ രണ്ടാമത്തെ റോയിലെ വാല്യൂസ് എല്ലാം കോമ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, വീണ്ടും ഒരു കോമ ഇട്ടുകൊണ്ട് മൂന്നാമത്തെ റോ കൊടുക്കുന്നു. ഇങ്ങനെ n നമ്പർ ഓഫ് റോസിലേക്കുള്ള വാല്യൂസിനെ നമുക്ക് നേരിട്ട് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. ലാസ്റ്റ് പുട്ട് എ സെമിക്കോളൻ. ചെറിയ എക്സാമ്പിൾ കൂടി ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇൻഡ് മാറ്റ് 32658796 3 റോയാണ് ഈ മെട്രിക്സിനുള്ളത്. ആദ്യത്തെ റോയിൽ 65, രണ്ടാമത്തെ റോയിൽ 87, മൂന്നാമത്തെ റോയിൽ 96 എന്നിങ്ങനെയായിരിക്കും ഈ മെട്രിക്സിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ പിക്ചർ കൂടി കാണിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും മെമ്മറിയിൽ അതിനെ സ്റ്റോർ ചെയ്യുക എന്നുകൂടി കാണിച്ചിരിക്കുന്നു. റോ 1 65, റോ 2 87, റോ 3 96 ആയിട്ട് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. പ്രോഗ്രാമിൽ ആക്സസ് ചെയ്യുമ്പോൾ നമുക്കിത് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഹൗ ടു ആക്സസ് 2 ഡയമെൻഷണൽ അറേ എലമെൻറ്റ്സ്. അറേ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി അറേ നെയിമും അതിൻ്റെ റോ നമ്പറും കോളം നമ്പറും ഉപയോഗിക്കേണ്ടി വരും. സിൻടാക്സ് അവിടെ കാണിച്ചിട്ടുണ്ട്. അറേ വേരിയബിൾ, റോ നമ്പർ, കോളം നമ്പർ രണ്ടും സെപ്പറേറ്റ് സ്ക്വയർ ബ്രാക്കറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്ത അറേ വേരിയബിൾ കൊടുക്കണം. ഏത് റോയിലേക്കാണ് വാല്യൂ ആക്സസ് ചെയ്യേണ്ടത്, ഏത് കോളമിലെ വാല്യൂ ആണ് ആക്സസ് ചെയ്യേണ്ടത്, ഇത് രണ്ട് ഇൻഡെക്സും കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ ആക്സസ് ചെയ്തുകൊണ്ട് ഇൻപുട്ട് ചെയ്യാനോ പ്രിന്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നു. അറേ 00 ARR എന്ന് പറയുന്നത് അറേ നെയിമാണ്. 00 റോ ഇൻഡെക്സ് 0, കോളം ഇൻഡെക്സ് 0, അതായത് ആദ്യത്തെ എലമെന്റ് ആണിത്. ഈക്വൽ ടു 70 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജറിനെ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിട്ടുള്ളത്. സ്കാനഫിൽ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. സ്കാനഫ് %d ARR 10. 1 ആണ് റോ നമ്പർ, 0 ആണ് ഇവിടെ കോളം നമ്പർ. ഒന്നാമത്തെ റോയിലെ ആദ്യത്തെ എലമെന്റിനെ ഇൻപുട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ആംപർസാൻഡ് കൊടുത്തിട്ട് സ്കാനഫിൽ മറ്റുള്ള വേരിയബിൾസ് ഇൻപുട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇൻപുട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്. ഒരു വാല്യൂ അറയിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് മൂന്നാമതായി കാണിക്കുന്നത്. printf %d ARR 21. രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ എലമെന്റ്, രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റിനെ പ്രിന്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ 3 എക്സാമ്പിൾസിൽ നിന്നും എങ്ങനെയൊക്കെയാണ് അറേ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. മെമ്മറി മാപ്പ് ഓഫ് എ 2 ഡയമെൻഷണൽ അറേ. എങ്ങനെയാണ് മെമ്മറി മാപ്പ്, മെമ്മറിയിൽ എങ്ങനെയാണ് കോൺസിക്യൂട്ടീവ് ലൊക്കേഷൻസിൽ ഇത് സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. റോ 1, റോ 2,
റോ 3 എക്സെട്ര റോ n. ഈ രീതിയിലായിരിക്കും വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് റോ 1 വാല്യൂസ് മെമ്മറിയിൽ ആദ്യം സ്റ്റോർ ചെയ്യും, അതിനെ തുടർന്ന് റോ 2 വാല്യൂസ് സ്റ്റോർ ചെയ്യും, പിന്നീട് റോ 3 വാല്യൂസ്. അങ്ങനെ എത്ര റോസ് ഉണ്ടോ അങ്ങനെ റോ ബൈ റോ ആയിട്ടായിരിക്കും മെമ്മറിയിൽ അടുത്തടുത്ത ലൊക്കേഷനിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇൻഡ് മാറ്റ് 3 2 3 റോയും 2 കോളവുമുള്ള ഒരു മെട്രിക്സ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ അസൈൻ ചെയ്ത വാല്യൂസ് നമ്മൾ പിക്ചറൈസ് ചെയ്യുന്നത് ഇതുപോലെയാണ്. റോ 1 റോ 2 റോ 3 കോളം 1 കോളം 2. ഇതിന് മെമ്മറിയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നാണ് താഴെയുള്ള പിക്ചറിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ ലൊക്കേഷനിൽ 6, രണ്ടാമത്തെ ലൊക്കേഷനിൽ 5, അടുത്ത ലൊക്കേഷനിൽ 8. അപ്പോൾ 6 5 എന്ന് പറയുന്നത് റോ 1. ആദ്യത്തെ റോ കഴിഞ്ഞാൽ രണ്ടാമത്തെ റോ 8 7, മൂന്നാമത്തെ റോ 9 6. മെമ്മറിയിൽ അഡ്രസ്സ് സാമ്പിളായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. 1000-ലാണ് ഈ അറേ തുടങ്ങുന്നതെങ്കിൽ 2 ബൈറ്റാണ് ഒരു ഇൻറ്റീജറിന് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നത്, അതായത് മെട്രിക്സിലെ 0 1 എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നത് 1002-ലായിരിക്കും. മെട്രിക്സിലെ 1 0 എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നത് 1004-ലായിരിക്കും. മെട്രിക്സിലെ 1 1 എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നത് 1006-ലായിരിക്കും. ഈ എക്സാമ്പിളിൽ നിന്നും എങ്ങനെയാണ് മെമ്മറിയിൽ അടുത്തടുത്ത ലൊക്കേഷനിൽ ഈ വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമിലൂടെ എങ്ങനെയാണ് ഒരു മെട്രിക്സിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നത്, ഒരു 2 ഡയമെൻഷണൽ അറേ ഉപയോഗിച്ച് എങ്ങനെയാണ് അത് പ്രിന്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ള പ്രോഗ്രാംസിലുള്ളതുപോലെയുള്ള ഹെഡർ ഫയൽ ഇൻക്ലൂഡ് മെയിൻ ഫംഗ്ഷൻ ഇൻഡ് ij മെട്രിക്സ് 3 4 3/4 മെട്രിക്സ് ആണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 3 റോയും 4 കോളവുമുള്ള ഒരു മെട്രിക്സ് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. ഐ ആൻഡ് ജെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് ഇൻഡെക്സ് വേരിയബിൾസിന് വേണ്ടിയിട്ടാണ്. റോ ഇൻഡെക്സ് ഐയും കോളം ഇൻഡെക്സ് ജെയുമാണ് ഈ പ്രോഗ്രാമിൽ നാം ചെയ്യുന്നത്. ഫോർ i equal to 0 i less than 3 i plus plus. റോ ഇൻഡെക്സിൻ്റെ ഫോർ ലൂപ്പാണ് ഈ കാണുന്നത്. 3 റോ ഉള്ളതുകൊണ്ട് ആ 3 റോയിലേക്കും വേണ്ടി ഐ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് റോ 0 ആണ്, സെക്കൻഡ് റോ 1 ആണ്, തേർഡ് റോ ഇൻഡെക്സ് 2 ആണ്. 0 1 2 എന്നീ ഇൻഡെക്സ് ഉള്ള റോകൾ നമുക്ക് കിട്ടാൻ വേണ്ടി, റോ നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർ ലൂപ്പ് എഴുതിയിരിക്കുന്നത്. ഓരോ റോയിലേക്കുമുള്ള വാല്യൂസ് എൻ്റർ ചെയ്യാനായിട്ട് ആ ലൂപ്പിനകത്ത് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. എൻ്റർ റോ നമ്പർ, ഐ വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പോൾ ആദ്യം പ്രിന്റ് ചെയ്യുന്നത് എൻ്റർ റോ 0 എന്നായിരിക്കും. അപ്പോൾ 0th റോയിലേക്കുള്ള വാല്യൂസിനെ ഇൻപുട്ട് ചെയ്യും. ലൂപ്പ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ എൻ്റർ റോ 1 എന്ന് വരും. അപ്പോൾ ഒന്നാമത്തെ റോയിലേക്കുള്ള വാല്യൂസാണ് കൊടുക്കേണ്ടത്. വീണ്ടും എൻ്റർ റോ 2 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ റോയിലേക്കുള്ള വാല്യൂസും കൊടുക്കേണ്ടി വരും. ഒരു റോയിൽ തന്നെ 4 കോളം ഉള്ളതുകൊണ്ട് ആ കോളംസ് 0 to 3 കോളം നമ്പേഴ്സ് ഇൻക്രിമെൻ്റ് ചെയ്യുന്ന ഒരു ഫോർ ലൂപ്പാണ് ഇനി എഴുതുന്നത്. ഫോർ j equal to 0 j less than 4 j plus plus. അതായത് ഓരോ റോയിലും 4 കോളമുണ്ട്. 4 കോളമിലേക്കും വാല്യൂസ് ഇൻപുട്ട് ചെയ്യണം. ഫസ്റ്റ് റോയിലെ 4 കോളംസിലേക്കും വാല്യൂ ഇൻപുട്ട് ചെയ്യണം. സെക്കൻഡ് റോയിലെ 4 കോളംസിലേക്കും വാല്യൂസ് ഇൻപുട്ട് ചെയ്യണം. അതുപോലെ തേർഡ് റോയിലും ചെയ്യണം. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫോർ ലൂപ്പാണ് ഇനി എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ റോ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നെസ്റ്റഡ് ലൂപ്പായിട്ടാണ് നാം ഇത് കൊടുക്കുന്നത്. ഫോർ j equal to 0 j less than 4 j plus plus. അതിനകത്ത് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് scanf. ഇവിടെ ശ്രദ്ധിക്കുക, ആംപർസാൻഡ് മാറ്റ് ij. ഐ എന്ന് പറയുന്നത് റോ നമ്പർ. ആദ്യത്തെ ലൂപ്പ് ഫസ്റ്റ് പാസിൽ ഐ വാല്യൂ 0 ആയിരിക്കും. ജെ വാല്യൂ 0 to 3 ഇൻക്രിമെൻറ്റ് ചെയ്ത് മാറി വരുന്നു. അപ്പോൾ ഫസ്റ്റ് റോ ഇൻപുട്ട് ചെയ്യാനായിട്ട് ഈ ലൂപ്പ് ജെ ലൂപ്പ് 4 തവണ റിപ്പീറ്റ് ചെയ്യും. 0 to 3 വരെ റിപ്പീറ്റ് ചെയ്യും. ഓരോരോ വാല്യൂസായിട്ട് ഇൻപുട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ ലൂപ്പ് കഴിയുമ്പോൾ ഔട്ടർ ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുന്ന ബ്രാക്കറ്റാണ് ഈ കാണുന്നത്. തിരിച്ച് ഐ ലൂപ്പിലേക്ക് പോകും. ഐ ലൂപ്പ് വരുമ്പോൾ അടുത്ത റോ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. അടുത്ത റോ നമ്മൾ ജെ ലൂപ്പിനകത്ത് ഇൻപുട്ട് ചെയ്യും. വീണ്ടും ഈ ലൂപ്പ് ഐ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ 3 തവണ ഐ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓരോ റിപ്പീറ്റേഷനിലും ഓരോ റോ വീതം മെട്രിക്സിലേക്ക് ഇൻപുട്ട് ചെയ്യുകയും മാറ്റ് ij എന്ന് പറയുന്ന 3/4 മെട്രിക്സിൻ്റെ എല്ലാ എലമെൻസും ഇൻപുട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി നാം അതിനെ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. ഇതേപോലെ തന്നെയുള്ള നെസ്റ്റഡ് ലൂപ്പാണ് എല്ലാ 2 ഡയമെൻഷണൽ അറേയിലും നമ്മൾ ഉപയോഗിക്കുക. ഫോർ i equal to 0 i less than 3 i plus plus ആദ്യം റോ ആണ് എടുക്കുക. ഫോർ j equal to 0 j less than 4 j plus plus ഓരോ റോയിലും
കോളം എലമെൻസിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്, ലൂപ്പാണ്. പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് മാറ്റ് ഐ ജെ, മെട്രിക്സിലുള്ള ith റോയിലുള്ള jth കോളമിലുള്ള വാല്യൂവിനെ പ്രിന്റ് ചെയ്യുന്നു. ആദ്യത്തെ വാല്യൂ പ്രിന്റ് ചെയ്ത് രണ്ടാമത്തെ പ്രിന്റിങ്ങിൽ ഒരല്പം സ്പേസ് കിട്ടുന്നതിന് വേണ്ടി \t കൂടി കൊടുത്തിട്ടുണ്ട്. %t കൊടുത്തിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ നമ്പേഴ്സ് തമ്മിലും സെപ്പറേഷൻ നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഒരു പ്രിന്റ് എഫ് \n കൊടുക്കുകയാണ്. ഇത് ഔട്ടർ ലൂപ്പിൽ, അതായത് ഐ ലൂപ്പിലാണ് ഈ പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. ജെ ലൂപ്പിനകത്ത് ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, അത് പ്രിന്റ് എഫ് ആണ്. അതുകൊണ്ട് 4 തവണ ആ പ്രിന്റ് എഫ് വർക്ക് ചെയ്തതിന് ശേഷം ജെ ലൂപ്പ് എക്സിറ്റ് ചെയ്യുമ്പോൾ പ്രിന്റ് എഫ് \n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ആ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ വർക്ക് ചെയ്യും. അതായത് ആദ്യത്തെ റോ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ പ്രിന്റ് ചെയ്യുന്നത് വഴി അടുത്ത ലൈനിലേക്ക് പോവുകയും ലൂപ്പ് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതായത് നെക്സ്റ്റ് റോ പ്രിന്റ് ചെയ്യുന്നത് അടുത്ത ലൈനിലായിരിക്കും. അങ്ങനെ ഓരോ റോയും പുതിയ പുതിയ ലൈനുകളിൽ പ്രിന്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണുമ്പോൾ അതിനെ ഒരു മെട്രിക്സ് പ്രിന്റ് ചെയ്ത പോലെ തന്നെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ \n പ്രിന്റ് ചെയ്യിക്കുന്നത്. അങ്ങനെ ഐ ലൂപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് വീണ്ടും അടുത്ത റോയിലേക്ക് വരുന്നു. അടുത്ത റോയിലെ എല്ലാ കോളം എലമെന്റ്സും പ്രിന്റ് ചെയ്യും. ജെ ലൂപ്പ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യും. ഒരു പുതിയ ലൈൻ പ്രിന്റ് ചെയ്യും. മൂന്നാമത്തെ റോയിലേക്ക് എടുക്കും. മൂന്നാമത്തെ റോ പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ലൂപ്പിൽ നിന്ന്, നെസ്റ്റഡ് ലൂപ്പിൽ നിന്ന് തന്നെ എക്സിറ്റ് ആവുകയും നമ്മൾ മെയിൻ പ്രോഗ്രാം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു 3/4 മെട്രിക്സിനെ ഇൻപുട്ട് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും ഈ പ്രോഗ്രാം ഉപയോഗിക്കാം. അതുമാത്രമല്ല, എങ്ങനെയാണ് ഒരു 2 ഡയമെൻഷണൽ അറേ ഹാൻഡിൽ ചെയ്യുന്നത് എന്നും മനസ്സിലാക്കാനായിട്ട് ഈ പ്രോഗ്രാം സഹായിച്ചു കാണും. ഒരു ട്രാൻസ്പോസ് പ്രോഗ്രാം കൂടി നമുക്ക് നോക്കാം. 2/3 മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണുന്ന പ്രോഗ്രാമാണ്. എന്താണ് ട്രാൻസ്പോസ് എന്ന് നിങ്ങൾക്കറിയാം. 2/3 മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു 3/2 മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2 മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ഒരു മെട്രിക്സ് 2/3ഉം മറ്റൊരു മെട്രിക്സ് 3/2ഉം ആയിരിക്കും. മാറ്റ് എന്ന് പറയുന്ന മെട്രിക്സ് 2/3, ട്രാൻസ് എന്ന് പറയുന്ന മെട്രിക്സ് 3/2. റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത്. ആദ്യം MAT എന്ന് പറയുന്ന മാറ്റിലേക്ക് വാല്യൂസിനെ ഇൻപുട്ട് ചെയ്യുന്നു. അത് 2/3 മെട്രിക്സ് ആണ്. അതുകൊണ്ട് ഐ വാല്യൂ 2 വരെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. i = 0, i <2. ഫോർ j = 0, j <3. 3 കോളംസ് ആണ് ഓരോ റോയിലും ഉള്ളത്. അതുകൊണ്ട് ജെ ലൂപ്പിന്റെ വാല്യൂ 0 to 2 ആണ് വേരി ചെയ്യേണ്ടത്. 0, 1, 2. അതുകൊണ്ടാണ് j <3 എന്ന് കൊടുത്തിട്ടുള്ളത്. scanf %d മാറ്റ് ij. മാറ്റിലേക്കാണ് വാല്യൂസിനെ ഇൻപുട്ട് ചെയ്യുന്നത്. അതായത് ഈ ലൂപ്പ് കഴിയുമ്പോൾ നമുക്ക് മാറ്റ് എന്ന് പറയുന്ന മെട്രിക്സിലേക്ക് വാല്യൂസിനെ ഇൻപുട്ട് ചെയ്ത് കിട്ടിക്കാണും. ഇനി ട്രാൻസ്പോസ് കാണുന്നതിന് ആരംഭിക്കുകയാണ്. ഫോർ i = 0, i <2, i++. അതായത് മാറ്റിലുള്ള വാല്യൂസിനെ ട്രാൻസിലേക്ക് കോപ്പി ചെയ്യുകയാണ്. അപ്പോൾ മാറ്റിലുള്ള വാല്യൂസിനെ ആക്സസ് ചെയ്യാനായിട്ടാണ് ഫോർ ലൂപ്പ് എഴുതുന്നത്. ഫോർ i = 0, i <2, i++. മാറ്റിൻ്റെ റോ നമ്പർ 2ഉം കോളം നമ്പർ 3ഉം ആയതുകൊണ്ട് ജെ ലൂപ്പ് 3 വരെയും ഫോർ ലൂപ്പ് ഐ ലൂപ്പ് 2 <2 വരെയുമാണ് നമ്മൾ നോക്കുന്നത്. ഫോർ i = 0, i <2, i++. ഫോർ j = 0, j <3, j++. എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുക. ട്രാൻസ് JI, ഇവിടെയാണ് ട്രാൻസ്പോസിങ് നടക്കുന്നത്. ട്രാൻസ് JI. അപ്പോൾ J ആണ് ആദ്യം കൊടുത്തിട്ടുള്ള ഇൻഡെക്സ്, അതായത് കോളം ഇൻഡെക്സ് ആദ്യം കൊടുത്തിരിക്കുന്നു, റോ ഇൻഡെക്സ് രണ്ടാമത് കൊടുത്തിരിക്കുന്നു. ഈക്വൽ ടു മാറ്റ് IJ. മാറ്റ് കൃത്യമായിട്ട് നേരത്തെ ഇൻപുട്ട് ചെയ്ത അതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ കോപ്പി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അത് പതിവ് പോലെ തന്നെ കൊടുത്തിരിക്കുന്നു. IJ ആദ്യം റോ ഇൻഡെക്സ് I ആയിട്ടും കോളം ഇൻഡെക്സ് J ആയിട്ടും കൊടുത്തിരിക്കുന്നു. അപ്പോൾ IJയിലുള്ള ഒരു വാല്യൂ ഇവിടെ JIയിലേക്കായിരിക്കും കോപ്പി ചെയ്യുന്നത്. അതായത് റോയിലുള്ള വാല്യൂ കോളമിലേക്ക് കോപ്പി ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രാൻസ് JI = മാറ്റ് IJ. ഇങ്ങനെ ഓരോരോ വാല്യൂസ് ആയിട്ട് ട്രാൻസിലേക്ക് കോപ്പി ചെയ്യും, അസൈൻ ചെയ്യും. ആദ്യത്തെ റോ മുഴുവൻ അസൈൻ ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ റോ മുഴുവൻ ട്രാൻസിൻ്റെ കോളമിലേക്കായിരിക്കും കോപ്പി ചെയ്യുന്നത്. രണ്ടാമത്തെ റോ ട്രാൻസിൻ്റെ അടുത്ത കോളമിലേക്ക് അസൈൻ ചെയ്യും. മൂന്നാമത്തെ റിപ്പീറ്റേഷനിൽ മൂന്നാമത്തെ
മൂന്നാമത്തെ റോ ഐ ലെസ് ദാൻ 2, രണ്ടാമത്തെ റോ കോപ്പി ചെയ്യും, കോളംസിലേക്ക് കോപ്പി ചെയ്യും. അങ്ങനെ 2 തവണയാണ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ തവണയും 3 കോളംസിലേക്കും വാല്യൂസ് ഇൻപുട്ട് ചെയ്യുകയും നമുക്ക് ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടുകയും ചെയ്യും. ഇനി ആ കിട്ടിയ മാട്രിക്സിനെ നമുക്ക് പ്രിന്റ് ചെയ്യണം. അതിനുവേണ്ടി അത് 3/2 മെട്രിക്സ് ആണ്. അതുകൊണ്ട് for i equal to 0, i less than 3, i plus plus. 3/2 മെട്രിക്സ് ആയതുകൊണ്ട് നോക്കുക, i ലൂപ്പ് 3 ലെസ് ദാൻ 3 വരെയും j ലൂപ്പ് ലെസ് ദാൻ 2 വരെയുമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ട്രാൻസ് ഐ ജെ എന്നാണ് കൊടുത്തിട്ടുള്ളത്. 3 റോ 2 കോളം പ്രിന്റ് ചെയ്യുന്ന ഒരു ഫോർ ലൂപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നേരത്തെ പ്രിന്റ് ചെയ്തതുപോലെ തന്നെ ട്രാൻസ് എന്ന് പറയുന്ന മെട്രിക്സിലെ ഓരോ എലമെന്റായിട്ടും പ്രിന്റ് ചെയ്യുന്നു. ഒരു റോ കഴിയുമ്പോൾ \n കൊടുത്ത് ഒരു ന്യൂ ലൈൻ ക്യാരക്ടറും പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ നെസ്റ്റഡ് ലൂപ്പ് അവസാനിക്കുന്നു, മെയിൻ പ്രോഗ്രാമും അവസാനിക്കുന്നു. അപ്പോൾ പ്രോഗ്രാം 2 മെട്രിക്സ് ഉപയോഗിച്ച് ട്രാൻസ്പോസ് കാണുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ആദ്യത്തെ മെട്രിക്സിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു, രണ്ടാമത്തെ മെട്രിക്സിലേക്ക് റോയിനെ കോളമായിട്ട് അസൈൻ ചെയ്യുന്നു, അതിനുശേഷം ട്രാൻസ്പോസ് മെട്രിക്സിനെ പ്രിന്റ് ചെയ്യുന്നു. 3 സെക്ഷനായിട്ട് ഈ പ്രോഗ്രാം മനസ്സിലാക്കേണ്ടതാണ്. പോയിന്റർ ആൻഡ് 2 ഡയമെൻഷണൽ അറേ. 2 ഡയമെൻഷണൽ അറേ എങ്ങനെയാണ് പോയിന്റർ ഉപയോഗിച്ച് ആക്സസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനാണ് ഈ സെക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഈച്ച് റോ ഓഫ് എ 2 ഡയമെൻഷണൽ അറേ ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ 1 ഡയമെൻഷണൽ അറേ. ഓരോ റോയും 1 ഡയമെൻഷണൽ അറേ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പോയിന്ററിന് ഉപയോഗിക്കുന്നതെന്ന് എളുപ്പം മനസ്സിലാക്കാം. അതായത് ഒരു 2 ഡയമെൻഷണൽ അറേയെ ഒരു കളക്ഷൻ ഓഫ് 1 ഡയമെൻഷണൽ അറേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആദ്യത്തെ റോ ഒരു 1 ഡയമെൻഷണൽ അറേ ആയിട്ട് എടുക്കും, രണ്ടാമത്തെ റോ മറ്റൊരു 1 ഡയമെൻഷണൽ അറേ, മൂന്നാമത്തെ റോ മൂന്നാമത്തെ 1 ഡയമെൻഷണൽ അറേ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റർ മനസ്സിലാക്കുന്നതിന് കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പോൾ ഫസ്റ്റ് അഡ്രസ് ഓഫ് ഈച്ച് 1 ഡയമെൻഷണൽ അറേ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ യൂസിങ് അറേ നെയിം ആൻഡ് റോ നമ്പർ. അറേ നെയിം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 2 ഡയമെൻഷണൽ അറേയിൽ അറേ നെയിം എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ്. മുഴുവനായിട്ടുള്ള 2 ഡയമെൻഷണൽ അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് അറേ നെയിം. അത് 1 ഡയമെൻഷണൽ അറേയിലും അങ്ങനെ തന്നെയാണ്. ഒരു 1 ഡയമെൻഷണൽ അറേ 2 ഡയമെൻഷണൽ അറേയുടെ ആദ്യത്തെ റോ ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്ന് പറയുന്നത് അറേ നെയിമും ആ റോ നമ്പറും ചേർത്തിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ 0th റോയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് അറേ നെയിം സ്ക്വയർ ബ്രാക്കറ്റിൽ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ 0th റോ. അതുപോലെ ഓരോ റോയുടെയും അഡ്രസ്സ് കിട്ടുന്നതിനായി അറേ നെയിമും അതിൻ്റെ റോ നമ്പറും നമുക്ക് ഉപയോഗിക്കാം. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഈ കാണുന്നത്. 3/2 അറേ എസ് എന്ന് പറയുന്ന 3/2 അറേയിലെ S0 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ആദ്യത്തെ 1 ഡയമെൻഷണൽ അറേയുടെ അഡ്രസ്സാണ്. S1 എന്ന് എഴുതി കഴിഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റിൽ 1 S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ റോയുടെ അഡ്രസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. S3 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ റോയുടെ അഡ്രസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഏതൊരു റോയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കിട്ടുന്നതിനും അറേ നെയിമും സ്ക്വയർ ബ്രാക്കറ്റിൽ ആ റോയുടെ നമ്പറും കൊടുക്കേണ്ടതാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയിന്റർ അരിത്മെറ്റിക് ഉപയോഗിച്ച് മറ്റുള്ള വാല്യൂസിനെ കാണാൻ സാധിക്കും. അതായത് അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. S0 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ 0th റോ പ്ലസ് 0 പോയിന്റർ അരിത്മെറ്റിക് ആണ്. ആ +0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് S00യുടെ അഡ്രസ് ആയിരിക്കും. അതായത് 0th റോയിലെ 0th എലമെന്റിന്റെ അഡ്രസ്. സിമിലർലി S0+1 അതായത് S0 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ 0th റോ +1 ആ റോയിൽ തന്നെ രണ്ടാമത്തെ എലമെന്റ്. അതായത് S01ന്റെ അഡ്രസ്സാണ് S0+1 വഴി നമുക്ക് ലഭിക്കുക. S1 എന്ന് പറയുമ്പോൾ ഏതിന്റെ അഡ്രസ്സാണ്? റോ നമ്പർ 1ന്റെ അഡ്രസ്സാണ്. +0 എന്ന് പറയുമ്പോൾ അതിലുള്ള ആദ്യത്തെ എലമെന്റിന്റെ അഡ്രസ്, അതായത് S10യുടെ അഡ്രസ്. S1 എന്ന് പറയുന്നത് ഒന്നാമത്തെ റോയുടെ അഡ്രസ്സാണ്. +1 എന്ന് പറയുമ്പോൾ അതിലുള്ള രണ്ടാമത്തെ എലമെന്റിന്റെ ആ S1 എന്ന് പറയുന്ന റോയിലെ രണ്ടാമത്തെ എലമെന്റിന്റെ അഡ്രസ്സാണ്. സിമിലർലി S2+0 gives the address of S20. S2+1 gives the address of S2+1.
S21. അതായത് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് പ്ലസ് കോളം വാല്യൂ gives the address of a single element. ഇൻഡിവിജ്വൽ എലമെന്റിന്റെ അഡ്രസ്സ് കിട്ടുന്നതിന് ഉപയോഗിക്കുന്ന പോയിന്റർ അരിത്മെറ്റിക് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റാർട്ടിംഗ് അഡ്രസ്സിന്റെ കൺസെപ്റ്റ് പിടികിട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ അരിത്മെറ്റിക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ S0 എന്ന് പറയുന്നത് ആദ്യത്തെ റോയുടെ ഫസ്റ്റ് അഡ്രസ്, S1 എന്ന് പറയുന്നത് രണ്ടാമത്തെ റോയുടെ അഡ്രസ്സ്, S2 എന്ന് പറയുന്നത് മൂന്നാമത്തെ റോയുടെ അഡ്രസ്. അതിൻ്റെ കൂടെ പ്ലസ് ചെയ്തുകൊണ്ട് അതിലുള്ള ഓരോ കോളം വാല്യൂസിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ S32 എന്ന് പറയുന്ന അറയിലെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാനായിട്ട്, ഇപ്പോൾ അഡ്രസ്സിന്റെ കാര്യമാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്, ആ അഡ്രസ്സ് ഉപയോഗിച്ച് അതിലെ വാല്യൂസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ കണ്ടന്റ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിക്കണം. നിങ്ങൾക്കറിയാം, സ്റ്റാർ ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ മാത്രമേ ആ അഡ്രസ്സിലുള്ള കണ്ടന്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ വരുമ്പോൾ S00 എന്നുള്ള ആ ഒരു എലമെന്റിനെ കിട്ടണമെങ്കിൽ കണ്ടന്റ് ഓഫ് അഡ്രസ്, അതായത് S00യുടെ അഡ്രസ്സ് തൊട്ട് മുമ്പിലുള്ള സ്ക്രീനിൽ നമ്മൾ കാണിച്ചതാണ്. S0+0 ആണ് അതിൻ്റെ അഡ്രസ്. ആ അഡ്രസ്സിന്റെ കണ്ടന്റ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കണ്ടന്റ് ഓഫ് S0+0. ഇതുപോലെ ഓരോ എലമെന്റും നമുക്ക് കണ്ടന്റ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം. S01നെ ആക്സസ് ചെയ്യാൻ കണ്ടന്റ് ഓഫ് S0+1, S10യെ ആക്സസ് ചെയ്യണമെങ്കിൽ കണ്ടന്റ് ഓഫ് S1+0. അപ്പോൾ S1+0 എന്ന് പറയുന്നത് അഡ്രസ്സാണ്, അതിലെ കണ്ടന്റ്. സിമിലർലി മറ്റുള്ള ലൊക്കേഷനുകളിലെയും ഓരോ വാല്യൂവിനെയും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. എല്ലാ എലമെന്റും ആക്സസ് ചെയ്യാനുള്ള ഒരു X3/2 മെട്രിക്സിന്റെ എല്ലാ എലമെന്റിനെയും പോയിന്റർ ഉപയോഗിച്ച് ആക്സസ് ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടന്റ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്, സ്റ്റാർ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അറേയുടെ സിംഗിൾ ഡയമെൻഷണൽ അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് പ്ലസ് കോളം നമ്പർ, ഇത്ര മാത്രമാണ് അഡ്രസ്സായിട്ട് നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്നത്. അതിൻ്റെ കണ്ടന്റാണ് നമ്മൾ ഓരോ കേസിലും എടുത്തിട്ടുള്ളത്. പോയിന്റർ ആൻഡ് 2 ഡയമെൻഷണൽ അറേ. എങ്ങനെയാണ് ഒരു 2 ഡയമെൻഷണൽ അറേക്ക് പോയിന്റർ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് പോയിന്ററിലേക്ക് അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. ഒരു 1 ഡയമെൻഷണൽ അറേയിൽ S0 എന്ന് പറയുന്നത് S+0 ആണ്. അതായത് S റെപ്രസെന്റ്സ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ 2 ഡയമെൻഷണൽ അറേ. ഇത് സി ലാംഗ്വേജിലെ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ഫോർ എവറി അറേസ് ദ അറേ നെയിം റെപ്രസെന്റ്സ് സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദാറ്റ് അറേ. അങ്ങനെയാണെങ്കിൽ S എന്ന് പറയുന്ന ഒരു 2 ഡയമെൻഷണൽ അറേയിലും സിംഗിൾ ഡയമെൻഷണൽ അറേയിലും എവിടെയാണെങ്കിലും അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് 1 ഡയമെൻഷണൽ അറേയിലെ കേസ് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. S0യിലെ എലമെന്റിനെ ആക്സസ് ചെയ്യാൻ S+0 എന്നാണ് എഴുതാറ്. കാരണം S എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ്, പ്ലസ് 0 പോയിന്റർ അരിത്മെറ്റിക് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ 2 ഡയമെൻഷണൽ അറേയുടെ അഡ്രസ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാം. റോ ഫസ്റ്റ് 1 ഡയമെൻഷണൽ അറേയിലെ അഡ്രസ്സ് എടുക്കാൻ S+0 ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ അതുപോലെയാണെങ്കിൽ S+0 എന്ന് പറയുന്നത് 1 ഡയമെൻഷണൽ അറേയുടെ കണ്ടന്റ് ആണ് എന്ന് പറയുന്നത് അഡ്രസ്സാണ്. കണ്ടന്റ് ഓഫ് S+0+0 എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ് ആയിരിക്കും. മുകളിൽ എഴുതിയിരിക്കുന്ന 1 ഡയമെൻഷണൽ അറേയുടെ കാൽക്കുലേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നാം ചെയ്യുകയാണെങ്കിൽ കണ്ടന്റ് ഓഫ് S+0+0 എന്നുള്ളത് ഒരു അഡ്രസ് ആയിരിക്കും, 00യുടെ അഡ്രസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ആ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് അതിലെ കണ്ടന്റ് എടുക്കുന്നതിന് വേണ്ടി വീണ്ടും ബ്രാക്കറ്റിനകത്ത് കണ്ടന്റ് ഓഫ് ഓപ്പറേറ്റർ കൊടുത്തിരിക്കുകയാണ്. അതായത് ഔട്ടർ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 2 ഡയമെൻഷണൽ അറേയിലെ എലമെന്റിന്റെ അഡ്രസ്സാണ്. ആ അഡ്രസ് ലഭിക്കുന്നതിന് 1 ഡയമെൻഷണൽ അറേയിൽ എങ്ങനെ അഡ്രസ് ലഭിക്കുന്നുവോ ആ രീതിയിൽ നാം എഴുതിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ S01 ലഭിക്കുന്നതിന് കണ്ടന്റ് ഓഫ് അഡ്രസ് ഓഫ് 01 എലമെന്റ്, S10 ലഭിക്കുന്നതിന് കണ്ടന്റ് ഓഫ് അഡ്രസ് ഓഫ് അടുത്ത എലമെന്റ് 10 എന്ന് പറയുന്ന എലമെന്റിന്റെ അഡ്രസ്. അപ്പോൾ ഇവിടെ 10 എന്ന് പറയുന്ന എലമെന്റിന്റെ അഡ്രസ്
ആണ് ഔട്ടർ ബ്രാക്കറ്റിനകത്ത് വരുന്ന എക്സ്പ്രഷൻ, അതായത് കണ്ടന്റ് ഓഫ് S+1 + 0. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ അതേ കാര്യം തന്നെയാണ്. തൊട്ട് മുമ്പ് പോയിന്റർ ഉപയോഗിച്ച് എഴുതിയത് ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേയുടെ അഡ്രസ്സ് എങ്ങനെ എടുക്കാമെന്നാണ്. സിംഗിൾ ഡയമെൻഷണൽ അറേയുടെ അഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2 ഡയമെൻഷണൽ അറേയുടെ അഡ്രസ്സാക്കി മാറ്റുന്ന മെത്തേഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ പൊസിഷനും എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന്, പോയിന്റർ ഉപയോഗിച്ച് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നു. 3x2 മെട്രിക്സിൻ്റെ എല്ലാ എലമെൻസിനെയും നമുക്ക് ഇതുപോലെ ആക്സസ് ചെയ്യാം. ഒരു പോയിന്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ പ്രിന്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു എക്സാമ്പിളാണ് ഇനി കാണുന്നത്. സാധാരണ പ്രോഗ്രാമിൽ ചെയ്യുന്നത് പോലെ ഒരു നെസ്റ്റഡ് ലൂപ്പ് ഉപയോഗിച്ച് മെട്രിക്സിനെ ഇൻപുട്ട് ചെയ്തു. അതിനുശേഷം മെട്രിക്സിനെ പ്രിന്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. വീണ്ടും നെസ്റ്റഡ് ലൂപ്പ് തന്നെയാണ് പ്രിന്റ് ചെയ്യാൻ. പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് നേരത്തെയുള്ള പ്രോഗ്രാമിൽ നിന്ന് ഒരു വ്യത്യസ്തതയുള്ളത്. കാരണം ഇവിടെ പോയിന്റർ സ്റ്റേറ്റ്മെന്റ് പോയിന്റർ ഉപയോഗിച്ചിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. നേരത്തെ എഴുതിയ എക്സാമ്പിൾ അനുസരിച്ചിട്ടുള്ള ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, കണ്ടന്റ് ഓഫ് S+i എന്ന് പറയുന്നത്, ഇന്നർ ബ്രാക്കറ്റിലെ കണ്ടന്റ് ഓഫ് S+i എന്ന് പറയുന്നത് ഫസ്റ്റ് റോയുടെ അഡ്രസ്സ് അല്ലെങ്കിൽ റോ അഡ്രസ് ആണ്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ അങ്ങനെ മാറി മാറി വരും. കാരണം റോ നമ്പർ നമ്മളുടെ i ആണ്. അപ്പോൾ റോ നമ്പറിന്റെ അഡ്രസ്സ്, ബേസ് അഡ്രസ്സിന്റെ കൂടെ റോ നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടന്റ് ഓഫ് S+i എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു അഡ്രസ്സാണ്. ആ അഡ്രസ്സിന്റെ കൂടെ റോ അഡ്രസ്സ് കിട്ടി. റോ അഡ്രസ്സിന്റെ കൂടെ കോളൻ നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് എക്സാക്റ്റ് എലമെന്റിന്റെ അഡ്രസ്സ് ലഭിക്കും. ആ അഡ്രസ്സിന്റെ കണ്ടന്റ് എന്നുള്ള രീതിയിലാണ് വീണ്ടും ഔട്ടർ ബ്രാക്കറ്റിൽ സ്റ്റാർ കൊടുത്തിട്ടുള്ളത്, കണ്ടന്റ് ഓഫ്. അപ്പോൾ ഫസ്റ്റ് റോ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, S+i + j എന്ന് പറയുമ്പോൾ അടുത്ത കോളമിലുള്ള വാല്യൂ അഡ്രസ്സ് കിട്ടുന്നു. ആ അഡ്രസ്സിന്റെ കണ്ടന്റ് എടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ന്യൂ ലൈൻ ക്യാരക്ടർ കൊടുക്കുന്നു. പതിവ് പോലെ ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു. നെസ്റ്റഡ് ലൂപ്പ് വഴി എങ്ങനെയാണ് പോയിന്റർ ഉപയോഗിച്ച് ഒരു മെട്രിക്സിനെ പ്രിന്റ് ചെയ്യുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിളാണ്. ഇക്വേഷൻ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കണ്ടന്റ് ഓഫ് S+i + j gives the address of exact element, ijth element. Pointer to 2-dimensional array. 2-dimensional arrayയിലേക്ക് ഒരു പോയിന്റർ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നതിനും അതുപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്നതിനും എങ്ങനെ സാധിക്കുമെന്ന് ഈ സെഷനിൽ പറയുന്നു. ഒരു പോയിന്റർ വേരിയബിൾ ഡിഫൈൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു അറേ അഡ്രസ്സ് അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ സെഷൻ നിങ്ങൾക്ക് സഹായിക്കും. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. ഡാറ്റ ടൈപ്പ് വിത്തിൻ ബ്രാക്കറ്റ്സ് പോയിന്റർ വേരിയബിൾ, ദെൻ കോളം സൈസ്. കോളം സൈസ് മെൻഷൻ ചെയ്യണം. സിംഗിൾ ഡയമെൻഷണൽ അറേ ആണെങ്കിൽ ഡാറ്റ ടൈപ്പ് പോയിന്റർ വേരിയബിൾ മാത്രം മതി. കാരണം റോ മാത്രമേ അവിടെ ഉള്ളൂ, കോളംസ് ഇല്ല. ഒരു കോളം മാത്രമുള്ള മെട്രിക്സ് ആണ്. കുറേ റോസും ഒരു കോളംസ് ഉള്ളതിനാണ് സിംഗിൾ ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. ഇവിടെ കോളം കൂടി ഉള്ളത് കൊണ്ട് കോളം സൈസ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യണം. പോയിന്റർ വേരിയബിൾ ആൻഡ് കോളം സൈസ്, ഇങ്ങനെയാണ് പോയിന്റർ വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നത്. പോയിന്റർ വേരിയബിൾ പോയിന്റ്സ് ടു ദ എൻറ്റയർ റോ. പോയിന്റർ വേരിയബിൾ ഒരു റോയിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു ഇൻറ്റീജറും ഒരു ക്യാരക്ടറും 2-dimensional അറേ ഡിഫൈൻ ചെയ്യുന്ന 2 എക്സാമ്പിൾസ് കാണിച്ചിരിക്കുന്നു. ഇൻറ്റ് *p1 2 ഇൻറ്റീജർ 2-dimensional അറേയുടെ വേരിയബിളാണ്. 2 കോളമുള്ള ഒരു അറേ ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. റോ സൈസ് മെൻഷൻ ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് എത്ര റോ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ക്യാരക്ടർ *p2 10 കോളംസ് ഉള്ള മറ്റൊരു പോയിന്റർ വേരിയബിളാണ്. p2 ക്യാരക്ടർ ടൈപ്പാണ്. ഇവിടെ ഇൻക്രിമെന്റ് ഫാക്ടർ അറിയുന്നതിനു കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോളം സൈസ് കൊടുക്കുന്നത്. പോയിന്റർ വേരിയബിൾ p1 p2 ഒക്കെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ, അതായത് 2-dimensional അറേയുടെ പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യുമ്പോഴും ഡിക്രിമെന്റ് ചെയ്യുമ്പോഴും എത്രയാണ് ഇൻക്രിമെന്റ് ഫാക്ടർ എന്ന് തീരുമാനിക്കണമെങ്കിൽ കോളം സൈസ് നിർബന്ധമായും കൊടുത്തിരിക്കണം. ആദ്യത്തെ എക്സാമ്പിളിൽ p1 എന്ന് പറയുന്ന പോയിന്ററിന്റെ ഇൻക്രിമെന്റ് ഫാക്ടർ 2 ഇൻറ്റു സൈസ് ഓഫ് ഇൻറ്റ് ആണ്. ഇൻറ്റിജറിന്റെ സൈസ് 2 ആണെങ്കിൽ 4 ആയിരിക്കും ഇൻക്രിമെന്റ് ഫാക്ടർ 2 ഇൻറ്റു 2. അതായത് p1++ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അടുത്ത റോയിലേക്കായിരിക്കും ആ പോയിന്റർ പോയിന്റ് ചെയ്യുക.
P2++ എന്ന് എഴുതി കഴിഞ്ഞാൽ അടുത്ത ക്യാരക്ടർ റോയിലേക്കായിരിക്കും ഇത് ഇൻക്രിമെന്റ് ചെയ്യുക. അതായത് അടുത്ത റോ എന്ന് പറയുന്നത് 10 ക്യാരക്ടറിന് ശേഷമാണ് രണ്ടാമത്തെ റോ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇൻക്രിമെന്റ് ഫാക്ടർ അവിടെ 10 ആണെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് പോയിന്റർ അരിത്മെറ്റിക്കില് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇവിടെ തന്നെ ഈ കാര്യം മെൻഷൻ ചെയ്യുന്നത്. P1++ അല്ലെങ്കിൽ P1- എന്ന് എഴുതി കഴിഞ്ഞാൽ ഇൻക്രിമെന്റ് ഫാക്ടർ അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് 2 ഇൻറ്റു സൈസ് ഓഫ് ഇൻറ്റ്. അപ്പോൾ നമ്പർ ഓഫ് കോളംസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻക്രിമെന്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ. 3/2 മെട്രിക്സിനെ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് വീണ്ടും നമ്മൾ ഇവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളത്. പോയിന്റർ ഉപയോഗിച്ചിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നു, അതിലേക്ക് നേരിട്ട് വാല്യൂസിനെ കൊടുക്കുന്നു. അറേയിലേക്കുള്ള പോയിന്ററിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു ഇൻഡ് *P2. കാരണം മെട്രിക്സിന്റെ കോളം എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് ഇൻഡ് *P2 എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ മെട്രിക്സിന്റെ അഡ്രസ്സിനെയാണ് നമ്മൾ P എന്ന് പറയുന്ന പോയിന്റിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂ ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു P_int എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ കൂടി ഉപയോഗിക്കുകയാണ്. ഓരോ വാല്യൂവും എടുക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഇൻഡിവിജ്വൽ ഇൻറ്റിജർ ഡാറ്റയുടെ ഒരു പോയിന്ററാണ് P_int. താഴെ പ്രോഗ്രാമിലെ സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോൾ എന്തിനാണ് P_int എന്ന് മനസ്സിലാകും. P = mat. സ്റ്റോർ ദ ഇനീഷ്യൽ അഡ്രസ് ടു P. അറേ മാറ്റ് എന്ന് പറയുന്ന അറേയുടെ അഡ്രസ്സ് അതിൻ്റെ അറേ നെയിമിൽ തന്നെ ഉണ്ട്. മാറ്റാണ് അറേ നെയിം. ആ അഡ്രസ്സിനെ P എന്ന് പറയുന്ന 2-dimensional അറേ പോയിന്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ P എന്ന് പറയുന്ന പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് മാറ്റ് എന്ന് പറയുന്ന മെട്രിക്സിലേക്കായിരിക്കും. ലൂപ്പ് ഉപയോഗിച്ച് നമ്മളിവിടെ ആക്സസ് ചെയ്യുകയാണ്. ഓരോ വാല്യൂസിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് പോയിന്റർ ഉപയോഗിക്കുന്നതെന്ന് കാണാം. For i = 0 i less than 3 i++. പതിവ് പോലെ റോ കണ്ടുപിടിക്കാനായിട്ടുള്ള ലൂപ്പാണ്. റോ എലമെന്റിനെ ആക്സസ് ചെയ്യുന്നതിന് ലൂപ്പാണ്. P_int = int *P. അതായത് P_int എന്ന് പറയുന്ന അഡ്രസ് ഒരു ഇൻറ്റിജറിന്റെ അഡ്രസ്സായിട്ട് മാറ്റുന്നതിന് വേണ്ടി കിട്ടുന്നതിന് വേണ്ടി ഈ അറയിലുള്ള ഒരു ഇൻറ്റിജറിന്റെ അഡ്രസ്സ് കിട്ടുന്നതിന് വേണ്ടി P എന്ന് പറയുന്ന പോയിന്ററിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തുകൊണ്ട് P_int സ്റ്റോർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ടൈപ്പ് കാസ്റ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഡാറ്റ ടൈപ്പിനെ മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേറ്ററാണ് ടൈപ്പ് കാസ്റ്റ് ഓപ്പറേറ്റർ. ഇവിടുത്തെ ടൈപ്പ് കാസ്റ്റിംഗ് ഇൻഡ് സ്റ്റാർ ആണ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു ഇൻഡ് സ്റ്റാർ. ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നത് വഴി P എന്ന് പറയുന്ന 2-dimensional അറേയുടെ അഡ്രസ്സിൽ നിന്ന് ഇതൊരു സിംഗിൾ-dimensional അറേയുടെ അഡ്രസ്സായിട്ട് നമുക്ക് കിട്ടും. P_int ഇപ്പോൾ ഒരു സിംഗിൾ-dimensional അറേയുടെ അഡ്രസ്സാണ്. അതായത് ഫോർ ലൂപ്പ് i = 0 i less than 3 i++ എന്ന് കൊടുത്ത് ആ ലൂപ്പിനകത്ത് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ബേസ് അഡ്രസ്സായ P എന്ന് പറയുന്ന അഡ്രസ്സിനെ സിംഗിൾ-dimensional അറേയുടെ അഡ്രസ്സായിട്ട് P_int കിട്ടുന്നു. അതായത് ആദ്യത്തെ റോയുടെ അഡ്രസ്സാണ് ഇപ്പോൾ P_int സ്റ്റോർ ചെയ്യുക. ഇനി ആ റോയിലുള്ള എല്ലാ കോളംസിനെയും ആക്സസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് J ലൂപ്പ് എഴുതിയിരിക്കുന്നു. ഫോർ j = 0 j less than 2 j++. പ്രിന്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. P_int+j എന്ന് പറയുമ്പോൾ റോ അഡ്രസ്സാണ് P_int. ആദ്യത്തെ റോയുടെ അഡ്രസ്സാണ് ഇപ്പോൾ P_int +j എന്ന് പറയുമ്പോൾ പോയിന്റർ അരിത്മെറ്റിക് ഉപയോഗിച്ച് അതിലുള്ള J കൂടി ആഡ് ചെയ്യുമ്പോൾ അതിലെ ആദ്യത്തെ കോളമാണ് ആദ്യം വരിക, പിന്നത്തെ കോളം പിന്നെ വരും. ഇങ്ങനെ എത്ര കോളംസ് ഉണ്ടെങ്കിലും J വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഓരോ കോളത്തിലെ എലമെന്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. കണ്ടന്റ് ഓഫ് P_int+j എന്നാണ് എഴുതിയിട്ടുള്ളത്. P_int+j എന്ന് പറയുമ്പോൾ അഡ്രസ്സ് മാത്രമേ ആകുന്നുള്ളൂ. സ്റ്റാർ എന്നുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടന്റ് ഓഫ് P_int+j എന്നാവുകയും നമുക്ക് ആ വാല്യൂവിനെ പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കോളം ഒരു റോ മുഴുവൻ ഇവിടെ പ്രിന്റിങ് നടക്കും ഈ ഫോർ ലൂപ്പ് കഴിയുമ്പോഴേക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ \n കൊടുത്ത് പ്രിന്റ് ചെയ്യുന്നു. ന്യൂ ലൈൻ ക്യാരക്ടർ പ്രിന്റ് ചെയ്യുന്നു. P++ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ 2-dimensional അറേ ഇൻക്രിമെന്റിങ് നടക്കുന്നത്. 2-dimensional അറേ പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻക്രിമെന്റ് ഫാക്ടർ ഒരു റോയ്ക്ക് ഈക്വലന്റ് ആയിരിക്കുമെന്നും ഇനിയിപ്പോൾ ഈ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് അടുത്ത റോയിലേക്ക് ആയിരിക്കുമെന്നും തൊട്ട് മുമ്പ്
നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതനുസരിച്ച് P++ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത റോയിലേക്ക് പോയിന്റ് ചെയ്യുന്ന അഡ്രസ്സായിട്ട് P മാറ്റും. ഇതിനുശേഷം നമ്മൾ ലൂപ്പ് ക്ലോസ് ചെയ്യുകയാണ്. ഈ ലൂപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ I എന്ന് പറയുന്ന വാല്യൂ 1 ആവുകയും രണ്ടാമത്തെ റോയിലെ വാല്യൂസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ റോയിലെ അഡ്രസ്സിനെ P ഇൻറ്റിലേക്ക് കോപ്പി ചെയ്യുകയും ചെയ്യും. റോ അഡ്രസ് ടു P ഇൻറ്റ്. രണ്ടാമത്തെ റോയാണ് ഈ സമയത്ത് കോപ്പി ചെയ്യപ്പെടുക. വീണ്ടും ഫോർ ജെ ലൂപ്പിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ റോ മുഴുവൻ പ്രിന്റ് ചെയ്യും. ആ സമയത്ത് P ഇൻറ്റിലുള്ളത് രണ്ടാമത്തെ റോയിലെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിരിക്കും. അതിൻ്റെ കൂടെ കോളം വാല്യൂ കൂടി പ്ലസ് ചെയ്ത് എല്ലാ വാല്യൂസിനെയും പ്രിന്റ് ചെയ്യുന്നു. വീണ്ടും ന്യൂ ലൈൻ ക്യാരക്ടർ പ്രിന്റ് ചെയ്യുന്നു. മൂന്നാമത്തെ റോയിലേക്ക് വരുന്നതിന് P++ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ റോയിലേക്ക് അറേ പോയിന്റർ ഷിഫ്റ്റ് ചെയ്യും. ആ അറേ പോയിന്ററിനെ P ഇൻറ്റിലേക്ക് കോപ്പി ചെയ്യും. അപ്പോൾ P ഇൻറ്റിൽ മൂന്നാമത്തെ റോയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് സിംഗിൾ ഡയമെൻഷണൽ അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിട്ട് കിട്ടും. വീണ്ടും അതുപയോഗിച്ച് അടുത്ത റോയും പ്രിന്റ് ചെയ്യും. അങ്ങനെ 3 റോയും മെട്രിക്സ് ഫോമിൽ തന്നെ പ്രിന്റ് ചെയ്യും. ഇവിടെ ഇൻഡെക്സ് വേരിയബിൾ ഉപയോഗിക്കാതെ തന്നെ പോയിന്റർ മാത്രം ഉപയോഗിച്ച് അറേ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഹൗ ടു യൂസ് പോയിന്റർ ടു ഡിസ്പ്ലേ ആക്സസ് എലമെന്റ്സ് എന്ന് മനസ്സിലാക്കാൻ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും. Then end of the main program. How to pass a 2-dimensional array to a function. ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി എൻ്റയർ അറേ നമ്മൾ എങ്ങനെയാണ് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സെഷനിൽ പഠിക്കുന്നത്. അഡ്രസ് ഓഫ് അറേ ഈസ് പാസ്ഡ് ടു ഫംഗ്ഷൻ. സിംഗിൾ ഡയമെൻഷണൽ അറേയിലും അഡ്രസ്സാണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. അവിടെ അറേ നെയിം അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അറേയിലുള്ള എല്ലാ എലമെൻസിനെയും നമുക്ക് ഫംഗ്ഷനിൽ ആക്സസ് ചെയ്യാനും അതുവഴി ഫംഗ്ഷനിൽ വരുന്ന ചേഞ്ചസ് അറേയിൽ റിഫ്ലക്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുമായിരുന്നു. കാരണം കോൾ ബൈ റെഫറൻസ് ആണ് അവിടെ നടക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇവിടെ പക്ഷേ റോ ആൻഡ് കോളം സൈസ് നമ്മൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യേണ്ടി വരും. കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റോ ആൻഡ് കോളം സൈസ് ഷുഡ് ബി പാസ്ഡ് ടു ദ ഫംഗ്ഷൻ ടു ആക്സസ് ഈച്ച് എലമെൻറ്റ്. ദ ഫോർമൽ പാരാമീറ്റേഴ്സ് ആർ എ പോയിന്റർ വേരിയബിൾ. 3 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഒരു 2-dimensional അറേ നമ്മൾ പാസ് ചെയ്യുക സാധാരണ. ആദ്യത്തേത് ഇതിൻ്റെ പോയിന്റർ വേരിയബിൾ, രണ്ടാമത്തേത് റോ നമ്പർ, മൂന്നാമത്തേത് കോളം നമ്പർ. അപ്പോൾ എത്ര റോ ഉണ്ടോ എത്ര കോളം ഉണ്ടോ എന്നുള്ള ലൂപ്പൊക്കെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ എഴുതണമെങ്കിൽ ഈ വാല്യൂസ് കൂടി നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യേണ്ടതായി വരും. 3 രീതിയിൽ നമുക്ക് അറേ പോയിന്ററിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് ഫംഗ്ഷനിൽ ഉപയോഗിക്കാം. 3 വ്യത്യസ്ത രീതിയിലാണ് ഫോർമൽ പാരാമീറ്ററിനെ നാം ഡിഫൈൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ കോൾ ബൈ റെഫറൻസ് ആണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ മെത്തേഡ്, അതിനായിട്ട് ഒരു എക്സാമ്പിൾ പ്രോഗ്രാമായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു മെട്രിക്സിനെ പ്രിന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് ഈ എക്സാമ്പിളിൽ പറയുന്നത്. ഫംഗ്ഷൻ്റെ പേര് ഡിസ്പ്ലേ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതണം. ഇവിടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ ഇൻറ്റ് സ്റ്റാർ കോമ ഇൻറ്റ് എന്ന് കൊടുത്തിരിക്കുന്നു. ആദ്യത്തേത് പോയിന്റർ വേരിയബിളാണ്, രണ്ടാമത്തേത് ഓർഡിനറി ഇൻറ്റിജർ വേരിയബിളും, മൂന്നാമത്തേത് കോളം സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻറ്റിജർ വേരിയബിളും. ഇങ്ങനെ 3 പാരാമീറ്റേഴ്സ് ഉള്ള ഒരു ഫംഗ്ഷനാണ് ഡിസ്പ്ലേ ഫംഗ്ഷൻ. അതിൻ്റെ പ്രോട്ടോടൈപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ വോയിഡ് മെയിൻ. മെട്രിക്സിനെ ഇവിടെ നേരിട്ട് അസൈൻ ചെയ്യുകയാണ്. 3/2 മെട്രിക്സ് തന്നെയാണ്. എല്ലാ വാല്യൂസും നേരിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു ഡിസ്പ്ലേ മാറ്റ്. മാറ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ മെട്രിക്സ് നെയിമാണ്. ഡിസ്പ്ലേ ഫംഗ്ഷൻ നെയിം, മാറ്റ് മെട്രിക്സ് നെയിം, അതായത് അഡ്രസ്സാണ് മെട്രിക്സ് നെയിം എന്ന് പറയുന്നത്, 3,2 റോ ആൻഡ് കോളം. ഇത്രയും വാല്യൂസിനെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു ഫംഗ്ഷൻ കോൾ. ഇവിടെ മെയിൻ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഡിസ്പ്ലേ നടക്കുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലാണ്. എങ്ങനെയാണ് ഡിസ്പ്ലേ ഫംഗ്ഷനിൽ ഇത് റിസീവ് ചെയ്യുന്നതെന്ന് നോക്കാം. വോയിഡ് ഡിസ്പ്ലേ ഇൻറ്റ് സ്റ്റാർ പി. സാധാരണ പോയിന്റർ വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് ഈ മെത്തേഡിൽ നാം വാല്യൂസിനെ അഡ്രസ്സിനെ റിസീവ് ചെയ്യുന്നത്. മാറ്റ് എന്ന് പറയുന്ന അഡ്രസ്സാണ് അവിടെ നിന്ന് വരുന്നത്. ആ അഡ്രസ്സ് ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അവിടുന്ന് വരുന്ന റോ കോളം വാല്യൂസ് ഇവിടുത്തെ റോ കോളം വേരിയബിൾസിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഐ ലൂപ്പിനും ജെ ലൂപ്പിനും വേണ്ടി 2 വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുന്നു.
ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ റോ. ഈ ഫംഗ്ഷനിൽ വന്നിട്ടുള്ള ഫോർമൽ പാരാമീറ്റർ ആണ് റോ. ആ റോ ഉപയോഗിച്ചിട്ടാണ് ലൂപ്പ് എഴുതിയിട്ടുള്ളത്. ആ കോളം ഉപയോഗിച്ചിട്ടാണ് അടുത്ത ലൂപ്പ് എഴുതിയിട്ടുള്ളത്. ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ കോളം ജെ പ്ലസ് പ്ലസ്. ഇതും ഫോർമൽ പാരാമീറ്ററിൽ നിന്നാണ് ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഐ ഇൻറ്റു ഇൻക്രിമെന്റ് ഫാക്ടർ പി എന്ന് പറയുന്നത് ബേസ് അഡ്രസ് ആണ്. 2 ഡയമെൻഷണൽ അറേയുടെ ബേസ് അഡ്രസ് ആണ് പി. ആ പിയോട് കൂടി എത്ര കൂട്ടിയാലാണ് നമുക്ക് ഓരോ എലമെന്റും കിട്ടുക എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐ ഇൻറ്റു കോളം പ്ലസ് ജെ, ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. ഐ എന്ന് പറയുന്നത് നമുക്ക് ആക്സസ് ചെയ്യേണ്ട റോ നമ്പറാണ്. ഇൻറ്റു കോളം എന്ന് പറയുന്നത് ഈ മെട്രിക്സിൽ എത്ര കോളംസ് ഉണ്ടെന്നുള്ള കോളം സൈസാണ്. പ്ലസ് ജെ എന്ന് പറയുന്നത് എത്രാമത്തെ കോളമിലെ എലമെന്റിനെയാണ് ആക്സസ് ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ വഴി കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് ഇൻക്രിമെന്റ് ഫാക്ടർ എന്നുള്ളത് ലഭിക്കും. ആ ഇൻക്രിമെന്റ് ഫാക്ടറിനെ പിയോട് കൂടി ആഡ് ചെയ്യുന്നു. പി എന്ന് പറയുന്നത് ഫസ്റ്റ് അഡ്രസ് ആണ്. 2 ഡയമെൻഷണൽ മെട്രിക്സിന്റെ ഫസ്റ്റ് അഡ്രസ് ആണ് പി. അതിനോടുകൂടി എത്ര കൂട്ടിയാലാണ് ആദ്യത്തെ ഓരോ എലമെന്റും കിട്ടുക എന്നുള്ളത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷനാണ്. അതിനുശേഷം പി പ്ലസ് ദാറ്റ് വാല്യൂ എന്ന് എഴുതിയതിനു ശേഷം അത് ഒരു അഡ്രസ്സായിട്ട് മാറുകയും ആ അഡ്രസ്സിലെ കണ്ടന്റ് കിട്ടാൻ വേണ്ടി അതിനെ ബ്രാക്കറ്റിൽ കൊടുത്തുകൊണ്ട് കണ്ടന്റ് ഓഫ് പി പ്ലസ് ദാറ്റ് വാല്യൂ ഇൻക്രിമെന്റ് ഫാക്ടർ. ഇങ്ങനെയാണ് ഇതിലെ ഓരോ എലമെന്റിനെയും പോയിന്റർ ഉപയോഗിച്ച് ആക്സസ് ചെയ്യുന്നത്. അതായത് ബേസ് അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിനെയും ആക്സസ് ചെയ്യണമെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഈ എക്സാമ്പിൾ ഇക്വേഷനിൽ നിന്നും ഓരോ ലൊക്കേഷനിലെയും വാല്യൂ കിട്ടുന്ന കാൽക്കുലേഷൻ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു കേസ് മാത്രം ഒന്ന് പറയാം. 0 വാല്യൂ കിട്ടാൻ വേണ്ടി ഇക്വേഷൻ ഉപയോഗിക്കുന്നത് 0 ഇൻറ്റു 2 എന്ന് പറയുന്നത് കോളമാണ്. ഈ മെട്രിക്സിലുള്ള ആകെ എത്ര കോളംസ് ഉണ്ടോ അതാണ് കോളം സൈസാണ് ഇവിടെ 2. എല്ലാ കാൽക്കുലേഷനിലും 2 കോമൺ ആണ്, നിങ്ങൾക്ക് കാണാം. 0 ഇൻറ്റു 2, 0 എന്ന് പറയുന്നത് ഐ വാല്യൂ പ്ലസ് 0 ജെ വാല്യൂ. അപ്പോൾ ഐ വാല്യൂവും ജെ വാല്യൂവും ഉപയോഗിച്ച് ഇൻറ്റു 2 എന്നുള്ള ഒരു ഇക്വേഷനിലൂടെ നമുക്ക് കിട്ടുന്ന വാല്യൂ നോക്കുക 0 ആണ്. അപ്പോൾ ഇൻക്രിമെന്റ് ഫാക്ടർ 0 ആണ് ആദ്യത്തെ വാല്യൂവിന്റെ കേസിൽ. അവസാനത്തെ വാല്യൂവിന്റെ കേസിൽ നോക്കുക 2 1 ആണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ട എലമെന്റ്. മെട്രിക്സിലെ 2 1 എലമെന്റ് ആക്സസ് ചെയ്യുന്നതിന് ഇക്വേഷൻ നോക്കുക. 2 ഇൻറ്റു 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഇൻക്രിമെന്റ് ഫാക്ടർ 5 ആയിരിക്കും. ഓരോ കേസും ഇതുപോലെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇൻക്രിമെന്റ് ഫാക്ടർ 5. ഈ കേസിൽ ഇൻക്രിമെന്റ് ഫാക്ടർ 5 കിട്ടുമ്പോൾ നമ്മളുടെ പ്രോഗ്രാമിലെ സ്റ്റേറ്റ്മെന്റിൽ പി പ്ലസ് 5 എന്ന് വരും. പി പ്ലസ് 5 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് പ്ലസ് 5, മെട്രിക്സിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും അതിൻ്റെ കൂടെ 5 കൂടി കൂട്ടി കഴിയുമ്പോൾ ഒരു അഡ്രസ്സ് കിട്ടും. ആ അഡ്രസ്സിന്റെ കണ്ടന്റിനെയാണ് നമ്മളവിടെ പ്രിന്റ് ചെയ്യിക്കുന്നത്. പി ഇസ് ദ ബേസ് അഡ്രസ് ഓഫ് ദ അറേ. അതിൻ്റെ മെമ്മറി മാപ്പ് താഴെ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓരോ അഡ്രസ്സും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ സ്ക്രീൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യുന്നു, പതിവ് പോലെ ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ ഓരോ റോ ബൈ റോ ആയിട്ട് നാം പ്രിന്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡിസ്പ്ലേ ഫംഗ്ഷൻ്റെ എൻഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ. ഒരു ജനറൽ ഫോർമാറ്റിൽ കൊടുത്തിരിക്കുന്നു. കണ്ടന്റ് ഓഫ് ബേസ് അഡ്രസ് പ്ലസ് റോ നമ്പർ ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് പ്ലസ് കോളം നമ്പർ. ഈ ഇക്വേഷനാണ് നാം മുകളിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു മെത്തേഡാണ്. അതായത് ബേസ് അഡ്രസ്സിനെ പാസ് ചെയ്യുമ്പോൾ സാധാരണ ഒരു പോയിന്റർ വേരിയബിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് എലമെൻസിനെ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്ന് ഉള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചത്. മെത്തേഡ് 2-ൽ മെയിൻ പ്രോഗ്രാം അത് തന്നെയാണ്. ഡിസ്പ്ലേ ഫംഗ്ഷനിൽ മാറ്റമുണ്ട്. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതി നോക്കുക. പോയിന്റർ വേരിയബിൾ തൊട്ട് മുമ്പുള്ള മെത്തേഡിൽ ഇൻറ്റ് സ്റ്റാർ പി എന്നായിരുന്നു, ഇവിടെ ഇൻറ്റ് സ്റ്റാർ Q2. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റർ അറേ ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. റോ അഡ്രസ് ആയിട്ടാണ് Q വരിക. 2 കോളമുള്ള ഒരു മെട്രിക്സ് പോയിന്റർ ആയിട്ടാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനനുസരിച്ച് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനെ മാറ്റണം. മെയിൻ പ്രോഗ്രാമിലെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അതിനുശേഷം നമ്മൾ ഇൻറ്റ് ഐ ജെ സ്റ്റാർ പി ഒരു പോയിന്റർ വേരിയബിൾ വേണമെന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു എക്സാമ്പിളിൽ കണ്ടതാണ്. ഒരു ഇൻറ്റിജർ വാല്യൂ റോയിലുള്ള അഡ്രസ്സിനെ റോ അഡ്രസ്സ് കിട്ടാൻ വേണ്ടി ഒരു ഇൻറ്റിജർ പോയിന്റർ വേണമെന്നൊക്കെ കണ്ടതാണ്. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. പി ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ റോ ഐ പ്ലസ് പ്ലസ് പി ഈക്വൽ ടു ക്യൂ പ്ലസ് ഐ. അതായത് ക്യൂ എന്ന് പറയുന്നത് ബേസ് അഡ്രസ്സ് പ്ലസ് ഐ റോ നമ്പർ. ഇൻക്രിമെൻറ്റ് ഫാക്ടർ നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഐ എന്ന് പറയുന്ന ഇൻക്രിമെൻറ്റ് ഫാക്ടർ റോ കോളം സൈസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ക്യൂ പ്ലസ് ഐ എന്ന് പറയുന്ന അഡ്രസ്സിനെ പിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ റോ അഡ്രസ് ടു പി. അപ്പോൾ ആദ്യത്തെ റോയുടെ അഡ്രസ്സാണ് ഇപ്പോൾ സ്റ്റോർ ചെയ്യുക. ഫോർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അത് അടുത്ത റോയുടെ ആയിട്ട് മാറും. പിന്നീട് വീണ്ടും നെക്സ്റ്റ് റോ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ആദ്യത്തെ റോയുടെ അഡ്രസ്സ് കിട്ടി. ഇനി ജെ ലൂപ്പ് എഴുതുകയാണ്. ജെ ലൂപ്പിനകത്ത് എഴുതിയിരിക്കുന്നത് നോക്കുക. പി പ്ലസ് ജെ, അതായത് റോ 1ന്റെ റോ അഡ്രസ്സ് പ്ലസ് ജെ വാല്യൂ. അപ്പോൾ റോ അഡ്രസ്സ് എന്ന് പറയുന്നത് ഓരോ റോയുടെയും ഇൻഡിവിജ്വൽ അഡ്രസ്സാണ് പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഓരോ റോയുടെയും അഡ്രസ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോളം വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് എടുക്കാൻ വേണ്ടി സ്റ്റാർ പി പ്ലസ് ജെ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ എലമെൻറ്റിനെയും ഇതുപയോഗിച്ച് പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാ എലമെൻറ്റ്സിനെയും പ്രിന്റ് ചെയ്യുന്നു. റോ 1 കഴിയുന്നു. \n കൊടുത്ത് പുതിയ ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യുന്നു. ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു. വീണ്ടും ലൂപ്പ് ഐ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നു. അടുത്ത റോയുടെ അഡ്രസ്സ് പിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ റോ മുഴുവൻ പ്രിന്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ റോസും പ്രിന്റ് ചെയ്യുകയും ആ മെട്രിക്സ് ഫോമിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇത് രണ്ടാമത്തെ മെത്തഡാണ്. അപ്പോൾ ഇവിടെ രണ്ട് പോയിന്റർ വേരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതിലും എലമെന്റ്സിനെ ആക്സസ് ചെയ്തിരിക്കുന്നതിലും വ്യത്യാസമുണ്ട്. മൂന്നാമത്തെ മെത്തഡാണ് ഇനി പറയുന്നത്. ഇവിടെ ട്രഡീഷണൽ അറേ ഡിക്ലറേഷൻ പോലെ തന്നെ നമുക്ക് എലമെന്റ്സിനെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് ഈ മെത്തേഡിന്റെ പ്രത്യേകത. ഇവിടെ പാരാമീറ്റർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇൻറ്റ് ക്യൂ സ്ക്വയർ ബ്രാക്കറ്റ് വീണ്ടും സ്ക്വയർ ബ്രാക്കറ്റ് 2. റോ സൈസ് കൊടുക്കുന്നില്ല, കോളം സൈസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇൻറ്റ് സ്റ്റാർ ക്യൂ എന്ന് തൊട്ടു മുമ്പുള്ള രീതിയിൽ എഴുതിയതിന് പകരം ഇവിടെ ക്യൂ ബ്ലാങ്ക് സ്ക്വയർ ബ്രാക്കറ്റ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്ത് നമുക്ക് പോയിന്റർ വേരിയബിളിനെ ഉപയോഗിക്കാം. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്. ഇതിനനുസരിച്ച് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് മെയിൻ പ്രോഗ്രാമിൽ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് കമ്പ്യൂട്ടറിൽ ചെയ്യുകയാണെങ്കിൽ പ്രോട്ടോടൈപ്പ് കൃത്യമായിട്ട് കൊടുക്കണം. ഇവിടെ നോക്കുക, ഇൻറ്റ് ഐ ജെ. ഇവിടെ വേറെ പോയിന്റർ വേരിയബിൾ ഒന്നുമില്ല. കാരണം സാധാരണ നമ്മൾ ഇൻഡെക്സ് വേരിയബിൾ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഐ ജെ വേരിയബിൾസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പതിവ് പോലെ ഫോർ ലൂപ്പ് ഐ ലൂപ്പ് ദെൻ ജെ ഫോർ ജെ ലൂപ്പ്. ഇവിടെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. പ്രിന്റ് എഫ് %d \d ക്യൂ ഐ ജെ. സാധാരണ രീതിയിൽ എങ്ങനെയാണോ ഐ ജെ എലമെന്റ് പ്രിന്റ് ചെയ്യുന്നത് അതുപോലെയാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. പോയിന്റർ സ്റ്റാർ കണ്ടന്റ് ഓഫ് കൺസെപ്റ്റ് ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ മെട്രിക്സിനെ മുഴുവനായിട്ട് ക്യൂയിലേക്ക് കൊണ്ടുവരും. ക്യൂ എന്ന് പറയുന്ന പാരാമീറ്ററിലുള്ള വാല്യൂസിനെ ഐ ജെ ഇൻഡെക്സ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാനായിട്ട് ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ മെട്രിക്സ് ഫോമിൽ തന്നെയായിരിക്കും ഇതിൻ്റെയും ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ 3 മെത്തേഡിൽ ഒരു അറേ 2 ഡയമെൻഷണൽ അറേ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാം. 3 മെത്തേഡും എക്സാമ്പിൾ സഹിതം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത് തൊട്ട് മുമ്പുള്ള മെത്തേഡ് പോലെ തന്നെയാണ് അത് പറയുന്നു. നെക്സ്റ്റ് അറേ ഓഫ് പോയിന്റേഴ്സ്. ഒരു അറേയിൽ ഒത്തിരി പോയിന്റേഴ്സ് സ്റ്റോർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് അറേ ഓഫ് പോയിന്റേഴ്സ്. അപ്പോൾ കുറേ ഡാറ്റ ഐറ്റംസിൻ്റെ അഡ്രസ്സസിനെ ഒരു അറേയിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ അത് അറേ ഓഫ് പോയിന്റേഴ്സ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ബേസിക് ഡാറ്റ ടൈപ്പിൻ്റെ അറേ പോലെ തന്നെയാണ് നമ്മളിവിടെ അറേ ഓഫ് പോയിന്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഒരു ഓർഡിനറി അറേയിൽ ഉപയോഗിക്കുന്ന എല്ലാ റൂൾസും ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. വളരെ സിമ്പിളാണ് ഇത് മനസ്സിലാക്കാൻ. ഇൻറ്റ് സ്റ്റാർ അറേ 4 4 ഇൻറ്റീജർ പോയിന്ററിന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു അറേ ആണിത്. 4 ഇൻറ്റീജർ പോയിന്റേഴ്സിന്റെ അഡ്രസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇൻറ്റ് സ്റ്റാർ അറേ 4. സാധാരണ ഇൻറ്റീജർ ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻറ്റ് അറേ 4 എന്നാണ് എഴുതുക. ഇവിടെ ഇൻറ്റ് സ്റ്റാർ അറേ 4 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 പോയിന്റേഴ്സിനെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ പ്രോഗ്രാമിലൂടെ എങ്ങനെയാണ് അറേ ഓഫ് ഇൻറ്റീജേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 3 വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുന്നു. a = 5, b = 10, c = 20. ദെൻ ഒരു ഐ വേരിയബിൾ
ഒരു അറേ പോയിന്ററാണ്. പോയിന്റർ അറേ 3 എലമെന്റ്സ് സ്റ്റോർ ചെയ്യാവുന്ന 3 അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യാവുന്ന ഒരു അറേയാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ എലമെന്റിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അഡ്രസ് ഓഫ് എ. അറേ 0 ഈക്വൽ ടു അഡ്രസ് ഓഫ് എ. എ എന്ന് പറയുന്ന ഇൻറ്റിജർ വേരിയബിളിന്റെ അഡ്രസ്സിനെ ഈ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു ആദ്യത്തെ എലമെന്റ് ആയിട്ട്. സിമിലർലി അറേ ഓഫ് 1 ഈക്വൽ ടു അഡ്രസ് ഓഫ് ബി, അറേ ഓഫ് 2 ഈക്വൽ ടു അഡ്രസ് ഓഫ് സി. 3 അഡ്രസ്സുകളും സ്റ്റോർ ചെയ്തു. ഇനി അറേ ഉപയോഗിച്ച് ഈ വാല്യൂസിനെ പ്രിന്റ് ചെയ്യുന്നത് കാണാം. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 3, ഐ പ്ലസ് പ്ലസ്, പ്രിന്റ് ഓഫ് %d കണ്ടന്റ് ഓഫ് അറേ ഐ. അറേ ഐ എന്ന് പറയുന്നത് ഇവിടെ ഒരു അഡ്രസ്സാണ്. അറേ ഐ എന്ന് പറയുമ്പോൾ ആദ്യം അറേ 0 വരും, പിന്നെ അറേ 1 വരും, അറേ 2 വരും. ഓരോ കേസിലും അതൊരു അഡ്രസ്സാണ്. ആക്ച്വലി ആ അഡ്രസ്സിലെ കണ്ടന്റ് എടുക്കാൻ വേണ്ടി സ്റ്റാർ അറേ ഐ എന്ന് എഴുതിയിരിക്കുന്നു. നമുക്ക് കിട്ടുന്ന റിസൾട്ട് 5, 10, 20 എന്നായിരിക്കും. കാരണം കണ്ടന്റ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. സ്റ്റോർ ചെയ്തിരിക്കുന്നത് അഡ്രസ് ആണെങ്കിൽ പോലും പ്രിന്റ് ചെയ്യുന്നത് കണ്ടന്റ് ആണ്. ചെറിയൊരു എക്സാമ്പിളാണ് അത്. അറേ ഓഫ് ഇൻറ്റിജർ പോയിന്റേഴ്സ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. ഇത് കൂടുതലായിട്ടും ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് സ്ട്രിംഗ് പോയിന്റേഴ്സിന് വേണ്ടിയിട്ടാണ്. അറേ ഓഫ് സ്ട്രിംഗ് പോയിന്റേഴ്സ് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എന്ന് കൂടി നോക്കാം. എൻ്റെ ഒരു എക്സാമ്പിളാണ്. 3 സ്ട്രിംഗ് പോയിന്റേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേയാണ്. ആദ്യത്തെ ഒരു വേരിയബിളിലേക്ക് രാജു എന്ന് സ്റ്റോർ ചെയ്തു. രണ്ടാമത്തെ സ്ട്രിംഗ് വേരിയബിളിലേക്ക് ഗോപി എന്ന് സ്റ്റോർ ചെയ്തു. മൂന്നാമത്തെ സ്ട്രിംഗ് വേരിയബിളിലേക്ക് റാണി എന്ന് സ്റ്റോർ ചെയ്തു. 3 സ്ട്രിങ്ങുകളെ 3 ക്യാരക്ടർ പോയിന്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ കണ്ടത്. ഇനി ഇതിന്റെ അഡ്രസ്സിനെ അറേ ഓഫ് സ്ട്രിംഗ് പോയിന്റേഴ്സ് എന്ന് പറയുന്ന ARRലേക്ക് സ്റ്റോർ ചെയ്യാനാണ് പോകുന്നത്. അറേ 0 ഈക്വൽ ടു എ. നമുക്കറിയാം ഒരു അറേ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സാണ്. അതുകൊണ്ടാണ് ഇവിടെ അറേ 0 ഈക്വൽ ടു എ എന്ന് എഴുതിയിരിക്കുന്നത്. എ എന്ന് പറയുന്നത് രാജു എന്ന് പറയുന്ന നെയിമിൻ്റെ അഡ്രസ്സാണ്. അതുപോലെ അറേ 1 ഈക്വൽ ടു ബി, അറേ 2 ഈക്വൽ ടു സി. അപ്പോൾ 3 അഡ്രസ്സുകളെയും ARR എന്ന് പറയുന്ന ക്യാരക്ടർ പോയിന്റർ അറേയിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. പോയിന്റർ ഉപയോഗിച്ച് പ്രിന്റ് ഓഫ് അറേ ഐ, ARR ഐ. എന്താണ് ARR ഐ എന്ന് പറയുമ്പോൾ? കണ്ടന്റ് ഓഫ് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. കാരണം അറേ നെയിം മാത്രം, പോയിന്റ് അഡ്രസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഒരു സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യുമ്പോൾ അഡ്രസ് മാത്രമേ കൊടുക്കേണ്ടൂ. സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ \0 വരെയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും സ്ട്രിങ് ആയിട്ട് പ്രിന്റ് ചെയ്യുന്ന ഒരു മെത്തഡാണ് സി ലാംഗ്വേജിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രിന്റ് ഓഫിൽ മറ്റ് കണ്ടന്റ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല. അറേ ഐ എന്ന് മാത്രം കൊടുത്താൽ മതി. അറേ ഐ എന്ന് പറയുന്നത് അഡ്രസ്സാണ്. ആദ്യത്തെ നെയിം ആദ്യം പ്രിന്റ് ചെയ്യും, രണ്ടാമത്തെ നെയിം പിന്നെ പ്രിന്റ് ചെയ്യും, മൂന്നാമത്തെ നെയിം മൂന്നാമതായിട്ട് പ്രിന്റ് ചെയ്യും. അങ്ങനെ എഴുതുന്ന 3 തവണ റിപ്പീറ്റ് ചെയ്യുന്ന പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർ ലൂപ്പ് വഴി നാം കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും സ്ട്രിംഗ് പോയിന്റേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായി കാണും. ഒരു പ്രോഗ്രാം, പോയിന്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമും കൂടിയാണ്. കോൾ ബൈ റെഫറൻസ് വഴി ഒരു മെട്രിക്സിനെ വേറൊരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുകയും അവിടെ വെച്ച് അതിൻ്റെ ട്രാൻസ്പോസ് കാണുകയും ചെയ്യുന്നു. മാത്രവുമല്ല സാധാരണ ചോദിക്കുന്ന എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. വിത്തൗട്ട് യൂസിങ് അനദർ മെട്രിക്സ് ഫൈൻഡ് ദ ട്രാൻസ്പോസ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. നമുക്കറിയാം ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് അതേ സൈസ് തന്നെയായിരിക്കും. 4x4 ആണെങ്കിൽ ട്രാൻസ്പോസിൻ്റെ സൈസും 4x4 ആയിരിക്കും. അതുപോലെ ഒരു മെട്രിക്സ് വേറൊരു മെട്രിക്സ് ഉപയോഗിക്കാതെ ട്രാൻസ്പോസ് കാണണമെങ്കിൽ അതൊരു സ്ക്വയർ മെട്രിക്സ് തന്നെ ആയിരിക്കണം. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ ഹാഷ് ഡിഫൈൻ ഉപയോഗിച്ച് റോ വാല്യൂ, ഹാഷ് ഡിഫൈൻ ഉപയോഗിച്ച് കോളം വാല്യൂ സെറ്റ് ചെയ്തിരിക്കുന്നു. 3x3 മെട്രിക്സ് ആണ് ഈ പ്രോഗ്രാമിൽ എടുത്തിട്ടുള്ളത്. ഇതിലുപയോഗിക്കുന്ന ഡിസ്പ്ലേ ഫംഗ്ഷൻ്റെയും ട്രാൻസ്പോസ് ഫംഗ്ഷൻ്റെയും പ്രോട്ടോടൈപ്പാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. വോയിഡ് ഡിസ്പ്ലേ ഇൻറ്റ് പി കോളം, വോയിഡ് ട്രാൻസ് ഇൻറ്റ് ക്യൂ കോളം. ഇത് പ്രോട്ടോടൈപ്പാണ്. ഇവിടെ റോയും കോളവും നമ്മൾ പാസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് മാക്രോ ആയിട്ട് ഡിഫൈൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടാൽ അത് മനസ്സിലാകും. മെയിൻ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഇൻറ്റീജർ അറേ ഡിഫൈൻ ചെയ്യുന്നു. അതിലേക്കുള്ള വാല്യൂസ് കൊടുക്കുകയാണ്. നേരിട്ട് അസൈൻ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്കത് ഇൻപുട്ട് ചെയ്യാം ഫോർ ലൂപ്പ് ഉപയോഗിച്ച്.
അപ്പോൾ ഇഷ്ടമുള്ള മെട്രിക്സ് ഇൻപുട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു ഡിസ്പ്ലേ അറേ. നേരത്തെ കോൾ ബൈ പോയിന്റർ അഡ്രസ് ഉപയോഗിച്ച് ഒരു മെട്രിക്സിനെ പാസ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ രീതിയിലാണ് ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത്. അറേ എന്ന് പറയുന്ന ടേബിളിനെ മെട്രിക്സിനെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുത്ത ഈ വാല്യൂസ്, മെട്രിക്സിലെ വാല്യൂസ് ഒരു മെട്രിക്സ് ഫോമിൽ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യും. അതിനുശേഷം ട്രാൻസ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് ഈ മെട്രിക്സിനെ പാസ് ചെയ്യുകയാണ്, ട്രാൻസ് അറേ. അപ്പോൾ ആ ഫംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്പോസ് ആക്കി മാറ്റും, തിരിച്ച് ഇവിടേക്ക് തന്നെ വരികയും ചെയ്യും. വീണ്ടും അതിനെ ഡിസ്പ്ലേ ചെയ്യുകയാണ്, ഡിസ്പ്ലേ അറേ. ആ ഡിസ്പ്ലേ അറേ എന്ന് പറയുമ്പോൾ വീണ്ടും ഇതിനെ മെട്രിക്സ് ഫോമിൽ പ്രിന്റ് ചെയ്യും. ഇപ്പോൾ പ്രിന്റ് ചെയ്യുന്നത് ട്രാൻസ്പോസ് ആയിരിക്കും, നേരത്തെ പ്രിന്റ് ചെയ്ത മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആയിട്ടായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇങ്ങനെ 3 ഫംഗ്ഷൻ കോൾ മാത്രമേ ഈ മെയിൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മെയിൻ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഡിസ്പ്ലേ ഫംഗ്ഷൻ നോക്കാം. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഡിസ്പ്ലേ ഫംഗ്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്നു. പാരാമീറ്റർ ഒന്ന് ശ്രദ്ധിക്കുക. വോയിഡ് ഡിസ്പ്ലേ ഇൻറ്റ് പി കോളം. പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. PIJ ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിച്ച് ഇൻഡെക്സ് വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പ്രിന്റിംഗ് ചെയ്തിട്ടുള്ളത്. 2 ലൂപ്പും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും നേരം പറഞ്ഞ എല്ലാ പ്രോഗ്രാംസിലും ഉപയോഗിച്ച മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ ഫംഗ്ഷനിൽ മെട്രിക്സിനെ പ്രിന്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അടുത്തത് ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ട്രാൻസ് എന്നാണ് ഫംഗ്ഷൻ നെയിം. പാരാമീറ്ററിൽ മെട്രിക്സ് വരുന്നു. ക്യൂ എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിലേക്ക് മെട്രിക്സ് വരുന്നു. ഇവിടെ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്ന ട്രാൻസ്പോസ് ലോജിക് എന്നുകൂടി ഒന്ന് പറയാം. ഡയഗണൽ എലമെന്റ്സിനെ നമുക്ക് മാറ്റേണ്ട കാര്യമില്ല. ട്രാൻസ്പോസ് മെട്രിക്സ് സ്ക്വയർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ ഡയഗണൽ എലമെന്റ്സിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് ഡയഗണൽ അല്ലാത്ത എലമെന്റ്സിനെ മാത്രമാണ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. 2 വാല്യൂസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ടെമ്പററി വേരിയബിളായ ടി ഉപയോഗിക്കുന്നു. ഇവിടുത്തെ ഇന്നർ ഫോർ ലൂപ്പ് ഒന്ന് ശ്രദ്ധിക്കണം. ഫോർ j = 0 j <i j++. അതായത് ജെ ലൂപ്പ് ആദ്യത്തെ ഫോർ i = 0 എന്ന് പറയുമ്പോൾ ജെ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുകയില്ല. കാരണം ആദ്യത്തെ ഡയഗണൽ എലമെന്റ്സ് i = 0 i = j = 0 വരുന്ന സമയത്തുള്ളത് ഡയഗണൽ എലമെന്റ് ആണ്. ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു പ്രോസസ്സും ചെയ്യേണ്ടതില്ല. ആ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യില്ല. i 1 ആയിട്ട് ഉള്ള ലൂപ്പ് വരുമ്പോഴാണ് j <i എന്ന് പറയുമ്പോൾ അത് j <1 എന്നാവുകയും ജെ ലൂപ്പ് ഒരു തവണ മാത്രം വർക്ക് ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് ഐജെയും JIയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് ക്യൂ എന്ന് പറയുന്ന മെട്രിക്സിലെ IJ വാല്യൂ ആൻഡ് ക്യൂ മെട്രിക്സിലെ JI വാല്യൂ രണ്ടും ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി ടെമ്പററി വേരിയബിൾ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർ ലൂപ്പിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വീണ്ടും ലൂപ്പ് റിപ്പീറ്റ് ചെയ്ത് i വാല്യൂ 2 ആയി കഴിയുമ്പോൾ ജെ ലൂപ്പ് 2 തവണ റിപ്പീറ്റ് ചെയ്യും. 2 വാല്യൂസിനെ ഇന്റർചേഞ്ച് ചെയ്യുകയും ചെയ്യും. ഇവിടെ അതിൻ്റെ ഓരോ പാസിലും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിച്ചിരിക്കുന്നു. ആദ്യത്തെ പാസിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന വാല്യൂസ് ഈ 2 വാല്യൂസ് ആയിരിക്കും. ഇവിടെ ഈ എക്സാമ്പിളിൽ ആണെങ്കിൽ 22 ആൻഡ് 44. രണ്ടാമത്തെ പാസിൽ 2 എക്സ്ചേഞ്ച് നടക്കും എന്ന് പറഞ്ഞു. 33 77 എക്സ്ചേഞ്ച് ചെയ്യും. 66 88 ഇതും എക്സ്ചേഞ്ച് ചെയ്യും. 2 തവണ ജെ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ 2 ഇന്റർചേഞ്ചിങ് നടക്കും. അപ്പോൾ നമ്മളുടെ ഫൈനൽ മെട്രിക്സ് ട്രാൻസ്പോസ് മെട്രിക്സ് ഇതുപോലെ ആയിരിക്കും. ആദ്യത്തെ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് മെട്രിക്സ് ആയിട്ടാണ് ഈ മെട്രിക്സ് നമുക്ക് ലഭിക്കുന്നത്. വളരെ സിമ്പിളായ രീതിയിൽ ഈ പ്രോഗ്രാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഫോർ ലൂപ്പ് ഒന്നുകൂടി എഴുതി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് എഴുതി പ്രിപ്പയർ ചെയ്ത് ശരിക്കും ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ലോജിക്ക് കൂടി മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. ഇത്രയും സമയം 2 ഡയമെൻഷണൽ അറേ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും ഇതിൻ്റെ പോയിന്റർ ടെക്നിക്കുകൾ എങ്ങനെയാണെന്നും വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾക്ക് തുടർന്ന് വരുന്ന എഡ്യൂക്കേഷണൽ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഉപകാരപ്രദമായിരിക്കും. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.